ഹല്ലേലൂയയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനം. പാസ്റ്റർ വി.എ. തോമസ് എന്ന അനുഗ്രഹീതനായ ദൈവദാസനെ കുറിച്ചുള്ള ഓർമ്മകളുമായി അദ്ദേഹത്തിന്റെ ഭാര്യയുമായി നടത്തിയ ഒരു അഭിമുഖം കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരുന്നു. ആ വീഡിയോ, ആ ഇന്റർവ്യൂ ധാരാളം ആളുകൾ കണ്ടു. നിരവധി ആളുകൾക്ക് അത് പഴയ കാല ഓർമ്മകൾ അയവിറക്കുവാനായിട്ടുള്ള ഒരു അവസരമായി മാറി. പാസ്റ്റർ വി.എ. തോമസ് അനുഗ്രഹീതനായ ദൈവദാസനായിരുന്നു. വ്യത്യസ്തമായ ശൈലിയും വ്യത്യസ്തമായ പ്രസംഗ പാഠവും ഒക്കെ കൊണ്ട് അദ്ദേഹം ആ കാലഘട്ടത്തിൽ വേദികളെ ഇളക്കി മറിച്ച ഒരു ദൈവദാസനായിരുന്നു. അദ്ദേഹത്തിന്റെ ആ തനതായ ശൈലി മറ്റാർക്കും അനുകരിക്കുവാൻ പോലും പറ്റാത്ത വിധം വ്യത്യസ്തമായിരുന്നു. ആ ശബ്ദത്തിന്റെ മോഡുലേഷനൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലായിരുന്നു അദ്ദേഹം പ്രസംഗിച്ചിരുന്നത്. വളരെ കൃശഗാത്രനായ, ശരീരവലിപ്പമില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. പക്ഷെ അദ്ദേഹം വേദിയിൽ കയറി കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ അത് കേൾവിക്കാരെ വല്ലാത്തൊരു തലത്തിലേക്ക് ഉയർത്തുന്ന തരത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചു. എന്നാൽ 72 വയസ്സുള്ള പ്രിയ അമ്മച്ചി വളരെ ശിഥിലമായ ഓർമ്മകളാണ് പങ്കുവച്ചത്. അമ്മച്ചിയുടെ ഓർമ്മകൾ കഴിഞ്ഞ 38 വർഷങ്ങൾക്ക് ഇടയിൽ പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട്. എങ്കിലും വളരെ സ്നേഹത്തോടെ, സന്തോഷത്തോടെ പ്രിയ മാതാവ് നമ്മളോട് ആ കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു. അത് നന്നായി എഡിറ്റ് ചെയ്ത് അതിൻ്റെ കുറേ ഭാഗങ്ങളാണ് ആ വീഡിയോയിൽ ഉൾപ്പെടുത്തുവാൻ സാധിച്ചത്. ഇന്നിപ്പോൾ ആ കൂട്ടത്തിൽ പരാമർശിക്കപ്പെട്ട ഒരാളാണ് പാസ്റ്റർ വി.എ. തോമസിന്റെ സഹോദരനായ പാസ്റ്റർ വി.എ. വർഗീസ്. മലബാറിലെ ആദ്യകാല പ്രവർത്തകരിൽ, സുവിശേഷകരിൽ, പാസ്റ്റേഴ്സിൽ പ്രമുഖനായ ഒരു വ്യക്തിയായിരുന്നു പാസ്റ്റർ വി.എ. വർഗീസ്. അസംബ്ലീസ് ഓഫ് ഗോഡിലെ ശക്തനായ ഒരു ദൈവദാസനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ മകൾ ഇന്ന് നമ്മളോട് കൂടെയുണ്ട്. തങ്കി ലാലൻ എന്നാണ് ആ മകളുടെ പേര്. UK കഴിഞ്ഞ 21 വർഷമായി പാർക്കുന്നു. തങ്കി ലാലന്റെ ഹസ്ബൻഡ് IPCയിലെ ഒരു സഭാ ശുശ്രൂഷകനാണ്, പാസ്റ്റർ ലാലൻ മാത്യു. തങ്കി ലാലന്റെ ഒഫീഷ്യൽ നെയിം ഏലിയാമ്മ ലാലൻ എന്നാണ്. പാസ്റ്റർ വി.എ. തോമസുമായി വളരെ അടുത്ത് അറിയാവുന്ന, വി.എ. തോമസിന്റെ ചരിത്രം അറിയാവുന്ന, വി.എ. തോമസിനെ നന്നായി അറിയാവുന്ന, ആ കാലഘട്ടത്തിൽ അദ്ദേഹം സൗഖ്യമില്ലാതെ രോഗശയ്യയിലായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തെ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്ത പ്രിയ സഹോദരി തങ്കി ലാലൻ നമ്മളോട് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുവാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഒപ്പം പാസ്റ്റർ വി.എ. വർഗീസ്, അദ്ദേഹത്തിന്റെ മകളാണ് തങ്കി ലാലൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ. പാസ്റ്റർ വി.എ. വർഗീസ് മലബാറിലെ ആദ്യകാല പ്രവർത്തകരിൽ ഒരാളാണ്. ഇതുപോലുള്ള 100 കണക്കിന് ദൈവദാസന്മാർ കേരളത്തിന്റെ വിവിധ മേഖലകളിൽ സുവിശേഷം അറിയിക്കുകയും സഭകൾ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പലരെ കുറിച്ചും നമുക്ക് ഒരു അറിവുമില്ല. പുതിയ തലമുറയ്ക്ക് അവരാരെന്നോ, ആരാണ് സഭകൾ സ്ഥാപിച്ചത്, പൈനിയേഴ്സ് ആയത് ആരൊക്കെയാണ് എന്നൊന്നും അറിവുകളില്ല. അപ്പോൾ അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അവിടെ തൻ്റെ പിതാവ് പ്രവർത്തിച്ച ആ കാലഘട്ടങ്ങളെ കുറിച്ചൊക്കെ കർത്താവിന്റെ ദാസന്റെ മകൾ നമ്മളോട് കാര്യങ്ങൾ പറയുകയാണ്. സ്വാഗതം ചെയ്യാം തങ്കി ലാലൻ എന്ന് വിളിക്കുന്ന ഏലിയാമ്മ ലാലനെ. പ്രിയ സഹോദരി, വെൽക്കം ഹല്ലേലൂയ ന്യൂസിലേക്ക്. വി.എ. തോമസ് പാസ്റ്ററുടെ വൈഫിന്റെ ഇന്റർവ്യൂ കാണുകയും എന്നെ വിളിക്കുകയും ഒക്കെ ചെയ്തല്ലോ. അപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു സൂമിൽ ഒരു ഇന്റർവ്യൂ പറഞ്ഞത്. ആ ഓർമ്മകൾ പങ്കുവയ്ക്കുക. എന്തൊക്കെയാണ് പറയാനുള്ളത്? ഞാൻ അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിനേക്കാട്ടിലും നല്ലത് തുടർച്ചയായിട്ട് പറയുക. എനിക്ക് എന്തെങ്കിലും സംശയങ്ങളോ കുറച്ചുകൂടെ ക്ലാരിറ്റി വേണ്ടി കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്ക് ചോദിക്കാം. അത്രയും ഉള്ളൂ, പറഞ്ഞോളൂ. താങ്ക് യു പാസ്റ്റർ. പ്രൈസ് ലോർഡ്. ഇങ്ങനെ ഒരു അവസരം ദൈവം തന്നു ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഫസ്റ്റ് പാസ്റ്റർ പറഞ്ഞതുപോലെ ഞാൻ പാസ്റ്റർ വി.എ. വർഗീസിന്റെ മകളും. പാസ്റ്റർ വി.എ. വർഗീസിന് 10 മക്കളായിരുന്നു. ഞാൻ 5ാമത്തെ മകളാണ്. കണ്ണൂരിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ. അതുപോലെ ആദ്യം തൊട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ UK പാസ്റ്റർ പറഞ്ഞ പോലെ എനിക്ക് 3 ആൺമക്കളാണ്. എൻ്റെ ഹസ്ബൻഡ് പാസ്റ്റർ ലാലൻ മാത്യു. ഇവിടെ ഞങ്ങൾ IPCയുടെ ശുശ്രൂഷയിലാണ് ആയിരിക്കുന്നത്. മൂത്ത മകന്റെ വിവാഹം കഴിഞ്ഞു. ഇളയ 2 പിള്ളേർ ഇപ്പോഴും ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്നു.
ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന എന്റെ ഇച്ചാച്ചിന്ന് ഞങ്ങൾ വിളിക്കുന്ന എന്റെ ഇച്ചായൻ പാസ്റ്റർ വി എ വർഗീസിനെ പറ്റിയും ഞങ്ങൾ ഏറ്റവും സ്നേഹിച്ച ഞങ്ങളുടെ ഉപ്പാപ്പി. ഞങ്ങൾക്ക് 2 ഉപ്പാപ്പിയാണ് ഉണ്ടായിരുന്നത്. ഒന്ന് കുഞ്ഞുപ്പാപ്പി, ഒന്ന് വല്യുപ്പാപ്പി. വല്യുപ്പാപ്പി അവരെല്ലാം മരിച്ചുപോയി. വല്യുപ്പാപ്പി വയനാട്ടിലായിരുന്നു. പക്ഷെ എന്റെ ഇച്ചാച്ചി എന്ന് പറയുന്ന എന്റെ ഇച്ചായൻ ഞങ്ങളുടെ ജനിക്കുന്നതിന് ഒത്തിരിയും വർഷങ്ങൾക്ക് മുമ്പ്, ഇച്ചായന്റെ കല്യാണത്തിന് മുമ്പ് അവര് മീനടം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അതായത് കോട്ടയം പാമ്പാടി KK റോഡ് 8-ാം മൈൽ എന്ന് പറയും. അവിടുന്നാണ് അവര് കോഴിക്കോട് ഓഞ്ഞിലിലോട്ടാണ് കുടിയേറി പാർത്തത്. അതിനുള്ള സാഹചര്യം ഞാൻ പറയാം. എന്താണെന്ന് ചോദിച്ചാൽ എന്റെ അപ്പച്ചന്റെ, അതായത് എന്റെ ഇച്ചാച്ചിയുടെ അമ്മ, ഞങ്ങളുടെ വല്യമ്മച്ചി ഒരു കുറെ ആങ്ങളമാരുടെ ഇടയിൽ ഒരു പെങ്ങളായിരുന്നു. 8 ആങ്ങളമാരുണ്ടായിരുന്നു വല്യമ്മച്ചിക്ക്. 8 അമ്മാച്ചന്മാര്, സോറി ആങ്ങളെയല്ല അമ്മാച്ചന്മാര്. അപ്പൊ അവര് ഈ ഓർത്തഡോക്സുകാരായിരുന്നു. പുതുപ്പള്ളി പള്ളിയിലെ കൈക്കാരന്മാരും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പം എന്റെ ഇച്ചാച്ചിയുടെ അപ്പച്ചൻ നേരത്തെ തന്നെ മരിച്ചുപോയി. പുള്ളി ഈ ബിസിനസ്സുകാരനായിരുന്നു, കാളവണ്ടി ഇങ്ങനെ ഓടിച്ചോണ്ടൊക്കെ പോകുന്ന ആള്. അപ്പം എന്റെ ഇച്ചാച്ചിയാണ് കുടുംബ പ്രാരാബ്ദം എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്, പാസ്റ്റർ വി എ വർഗീസ്. അതായത് തീരെ ചെറുപ്പത്തിൽ തന്നെ കുടുംബവും കുഞ്ഞുങ്ങൾ ഇളയവരുടെ കാര്യങ്ങളൊക്കെ, ഒരു പെങ്ങളും മൂത്തും ബാക്കി ഇവരെല്ലാം ഇളയത്തുങ്ങളുമായിരുന്നു. അപ്പൊ ഈ വല്യമ്മച്ചി ഒരു ദിവസം ഇങ്ങനെ കിണറ്റി വീണിട്ട് ദേഹമെല്ലാം നീര് വെച്ച് വല്യമ്മച്ചി എന്തായാലും മരിച്ചു പോകുന്നു വൈദ്യന്മാരെല്ലാം പറഞ്ഞു. ഒരു പ്രതീക്ഷയില്ലാതെ വീട്ടിൽ കിടത്തിയിരിക്കുകയാണ്. കണ്ണൊന്നും തുറക്കുന്നില്ല, ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, അൺകോൺഷ്യസ് ആണ്. അങ്ങനെ ഇരിക്കുമ്പം ഒരു പാവപ്പെട്ട ദേവദാസൻ വന്ന് ചോദിച്ചു, കുഞ്ഞുപ്പ ഇതെല്ലാം എന്റെ ഇച്ചായൻ പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുള്ളതാണ്, ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. ഞാൻ പറഞ്ഞു, നീ മാത്രം വന്നു, നിന്റെ ഒരു പാർട്ടി ഇങ്ങോട്ട് കൊണ്ടുവരില്ല. കാരണം അവരൊക്കെ ഓർത്തഡോക്സുകാരാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ എന്റെ ഇച്ചായൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. പള്ളിയിലൊന്നും പോകത്തില്ല, വേദോസമൊന്നും വീട്ടിൽ കയറ്റത്തില്ല. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങള് അന്ന് മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്ന സാറിന്റെ സ്റ്റേജ് വരെ പ്രസംഗിച്ചിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞാണ്. അപ്പം ഈ ദേവദാസൻ, സാധുവായ ഈ ദേവദാസൻ വന്ന് പ്രാർത്ഥിച്ചു. എന്റെ വല്യമ്മച്ചി അന്ന് കണ്ണു തുറന്നു സ്ലോലി കഞ്ഞിയൊക്കെ കുടിച്ചു. അമ്മച്ചി സൗഖ്യം പ്രാപിച്ചു. ഇത് കണ്ണാലെ കണ്ട എന്റെ പിതാവ് ഈ കർത്താവിനെ എനിക്കറിയണം, വേദോസ്തവം വീട്ടിൽ കൊണ്ടുവന്നു വായിച്ചു. പിന്നെ പുള്ളി ഒരു തീപ്പൊരി പ്രസംഗികനായിരുന്നു എന്റെ ഇച്ചായൻ. അപ്പം എന്റെ ഇച്ചായന്റെ അനിയൻ പാസ്റ്റർ വി എ തോമസിന് 5 വയസ്സാണ് പ്രായം, 5-6 വയസ്സ്. അപ്പൊ അവർക്ക് ഇച്ചായൻ അവിടെ ഭയങ്കരമായിട്ട് സുവിശേഷം പ്രസംഗിക്കാനും പറയാനും ഒക്കെ തുടങ്ങിയപ്പം ഈ അമ്മാച്ചന്മാര്, വല്യമ്മച്ചിയുടെ അങ്കിൾമാരെല്ലാം എതിർപ്പുണ്ടാക്കി. അങ്ങനെ അവർ പാമ്പാടി ദേശം വിട്ട്, ഇന്നും അവരുടെ ബന്ധുക്കളൊക്കെ പാമ്പാടിയിലുണ്ട്. അപ്പൊ മീനടത്തിൽ നിന്നാണ് പറഞ്ഞു വന്നപ്പോ ഒരു കാര്യം കൂടെ പറയാം. വ്യക്തിപരമായിട്ട് എന്റെ വൈഫ് ഹൗസ് മീനടത്താണ്. എന്റെ അമ്മ വീട് പുതുപ്പള്ളിയിലാണ്. പുതുപ്പള്ളി പയ്യപ്പാടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോളൂ. അവർക്കൊക്കെ അറിയാം. എന്റെ ഫാദർ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. എന്റെ ഫാദർ മലബാറിൽ ഇതേപോലെ ഒരു പയനിയർ മിഷണറി ആയിരുന്നു. വയനാട്ടിലെ കൊയിലേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. എന്റെ ഫാദറാണ് അവിടെ വയനാട് ജില്ലയിലെ ആദ്യത്തെ IPC ചർച്ച് സ്ഥാപിക്കുന്നത്. അപ്പം ആ നിലയിൽ ആ കാലഘട്ടത്തിൽ, അതായത് പാസ്റ്റർ വി എ വർഗീസും ഒക്കെ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ എന്റെ ഫാദർ ഈ പറയുന്ന പെരിങ്കിരി ആ ചർച്ചിലൊക്കെ അവിടെയൊക്കെ വരികയും ഇവരൊക്കെ ഒന്നിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കോട്ടയം കാനത്ത് നിന്നാണ് എന്റെ പിതാവിന്റെ ഒക്കെ സ്വദേശം കോട്ടയം കാനമായിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്റെ പാസ്റ്റർ സാബു വർഗീസിന്റെ ഫാദർ അവരൊക്കെ ആ വല്യപ്പച്ചൻ, അവരുടെ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നല്ലോ, കുഞ്ഞമ്മാമയൊക്കെ ശരിക്കും ഇവരെല്ലാം കാനത്തിൽ നിന്നാണ് അങ്ങോട്ട് കുടിയേറിയത്. അപ്പൊ ഇവരെല്ലാം ഈ കുടുംബങ്ങളെല്ലാം തമ്മിൽ പരസ്പരം അറിയാവുന്നവരും പരിചയമുള്ളവരുമായിരുന്നു. എന്റെ പിതാവ് ഒരു സുവിശേഷകനായിട്ടാണ് മലബാറിലേക്ക് പോകുന്നത്. അപ്പം 19ാമത്തെ വയസ്സിൽ എന്റെ പിതാവ് ഒരു സുവിശേഷകനായിട്ട് പോവുകയാണ്. അപ്പൊ അങ്ങനെ ഈ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് സുവിശേഷം അറിയിച്ച് പല സ്ഥലങ്ങളിലൂടെ ഒക്കെ പോയിരുന്ന ആ കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ വീട്ടിലും ആ പ്രദേശത്തെല്ലാം വന്നിട്ടുണ്ട്, അവിടെ താമസിച്ചിട്ടുണ്ട്. ഈ കഥകളൊക്കെ എന്റെ ഫാദർ പറഞ്ഞല്ല ഞാൻ അറിയുന്നത്. എന്റെ ഫാദർ കുറെ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയതാണ്. എന്നാൽ ഞാൻ ഈ പോത്തച്ചായനൊക്കെ അവിടെ ഞാൻ അവിടെ കണ്ണൂര് ഈ ഇരിട്ടിയിലൊക്കെ അവിടെ വന്നിട്ടുള്ള സമയങ്ങളിലൊക്കെ അവര് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, ആ അമ്മച്ചിയൊക്കെ പറഞ്ഞ്, എനിക്ക് കുഞ്ഞമ്മച്ചിയൊക്കെ പറഞ്ഞ് ഈ കാര്യങ്ങളെല്ലാം അറിയാം. അങ്ങനെയാണ് ഈ വിഷയങ്ങളെ കുറിച്ച് അറിയാവുന്നത്. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ ഇരിക്കുമ്പം എന്റെ ഇച്ചായൻ അവിടുന്ന് ഇളയത്തുങ്ങളെ, അതായത് 2 പെങ്ങന്മാരെയും 2 അനിയന്മാരെയും കൂട്ടി സ്ഥലം വിറ്റ്
സ്ഥലം വിറ്റപ്പോ തന്നെ ആരാണ്ടൊക്കെ പറഞ്ഞു നിനക്ക് ഇതിൽ കൂടുതൽ തരാൻ, നീ പോകരുത് മലബാറിൽ നിന്നൊക്കെ ആരൊക്കെ ഇങ്ങനെ സംസാരിച്ചെന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും കേട്ടില്ല. എന്റെ ഇച്ചായൻ ഒറ്റ ആഗ്രഹം സുവിശേഷം അറിയിക്കണം, ഈ ദൈവം ജീവനുള്ള ദൈവം, ഈ ദൈവത്തെ കുറിച്ച് പറയണമെന്നുള്ള ആ വലിയ തീവ്രമായ തന്റെ ആ തീപ്പൊരി പ്രസംഗമാണ് എല്ലാവരും ആകർഷിക്കുന്നത്. അപ്പം എന്റെ ഇച്ചായനെ കണ്ടിട്ടാണ് ഉപ്പാപ്പി ഈ മാർഗത്തിലോട്ട് വന്നതും. അപ്പം അങ്ങനെ വന്നത് ഓഞ്ഞിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്, കോഴിക്കോടിന്റെ ഔട്ട്സ്കേർട്ട് ആണത്. അപ്പൊ ഓഞ്ഞിലിൽ നിന്ന് ഇങ്ങനെ ടൗണിൽ നിന്നുകൊണ്ട് എന്റെ ഇച്ചായൻ, അന്ന് കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, യങ് മാൻ ആണ്, ഭയങ്കരമായിട്ട് പ്രസംഗിക്കുകയാണ്, യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുവാണ്. ആ തീപ്പൊരി പ്രസംഗം എന്റെ അമ്മയുടെ അപ്പച്ചൻ കേൾക്കുവാണ്. അമ്മയുടെ അപ്പച്ചന്റെ പേര് നെടുമ്പിലാക്കൽ കുഞ്ഞർക്കൻ എന്നൊക്കെ വിളിക്കുന്നത്, വേറെ ഏതാണ്ട് ഒഫീഷ്യൽ നെയിം ഉണ്ട്. അപ്പച്ചൻ ഒരു നാട്ടുപ്രമാണിയും ഒരു വലിയ, അപ്പച്ചന്റെ പറമ്പിൽ തന്നെ കുടിയാന്മാരൊക്കെ താമസിക്കുന്നത്, അങ്ങനത്തെ അവർക്കൊക്കെ അന്നൊക്കെ ഒത്തിരി സ്ഥലങ്ങൾ ഇങ്ങനെ വെട്ടിയൊക്കെ എടുക്കൂല, അങ്ങനെയാ. അപ്പൊ അപ്പച്ചന്റെ കുടിയാന്മാരും അപ്പച്ചന്റെ സ്വന്തം തോക്ക് അങ്ങനത്തെയൊക്കെ ഉള്ള അപ്പച്ചൻ ഈ സാധുവായ ദേവദാസൻ, എന്റെ ഇച്ചാൻ വലിയ സ്വത്തുകാരനോ ഒന്നുമല്ല, ചെറിയൊരു മനുഷ്യൻ, പാപ്പിയെ പോലെ ഇച്ചിരി കൂടെ നീളം കാണും, അങ്ങനെയുള്ള ഒരു ദേവദാസനെ കണ്ടപ്പോ ഈ പ്രസംഗം കേട്ടപ്പോ ഇവനെ കൊണ്ട് എന്റെ മകളെ കല്യാണം കഴിപ്പിക്കണം. അപ്പച്ചൻ അന്ന് വിശ്വാസത്തിലാണ്, വിശ്വാസി വന്നേ ഉള്ളൂ. അതായത് പാസ്റ്റർ കെ എം ജോസഫ് അറിയാലോ, കെ കെ മാത്യു സാറിന്റെ പിതാവ്, അവരായിരുന്നു എന്റെ വല്യപ്പച്ചന്റെ ഒക്കെ ചർച്ചിന്റെ, എന്റെ വല്യപ്പച്ചൻ കൊടുത്ത സ്ഥലത്താണ് എജിയുടെ ചർച്ച ഓഞ്ഞില് ഉണ്ടായതൊക്കെ. അന്ന് മാത്തുക്കുട്ടിച്ചായെന്ന് ഞങ്ങൾ വിളിക്കുന്നത് കെ കെ മാത്യു സാറിനെ. അപ്പം അവരുടെയൊക്കെ കുഞ്ഞുനാളി ആ തീപ്പൊരി പ്രസംഗം കേട്ട് എന്റെ ഇച്ചായനെ കൊണ്ട് എന്റെ അമ്മയെ കല്യാണം കഴിപ്പിച്ചു കൊടുത്താണ്. അപ്പൊ അമ്മയ്ക്ക് ആഭരണമൊക്കെ ഉണ്ട്. അമ്മ അന്ന് രക്ഷിക്കപ്പെട്ടതേ ഉള്ളൂ, സ്നാനപ്പെട്ടൊന്നുമില്ലായിരുന്നു. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പം ഇച്ചായൻ ഓഞ്ഞിലിൽ നിന്ന് പിന്നെ ബൈബിൾ കോളേജിൽ ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ പോയി, ബദൽ ബൈബിൾ സ്കൂളിൽ. അന്ന് ഉപ്പാപ്പിയൊക്കെ ചെറുതാണ്, വി എ തോമസ് ഒക്കെ ചെറിയ പിള്ളേരാണ്. അത് കഴിഞ്ഞ് ഇച്ചിരിയും കൂടെ ഒക്കെ വളർന്നൊക്കെ കഴിഞ്ഞ് എന്റെ ഇച്ചായൻ അവിടുന്ന് സഭാ ശുശ്രൂഷകനായി അങ്ങനെ പെരിങ്കിരിയിലോട്ട് പോവാണ്. ഞാൻ ജനിക്കുമ്പോൾ ഞങ്ങൾ പെരിങ്കിരിയിലാണ്. അന്ന് ഉപ്പാപ്പിയെ സ്വന്തം മകനെ പോലെയാണ് വളർത്തിയിരുന്നത്. കാരണം എന്ന് വെച്ചാൽ വല്യമ്മച്ചി ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുമ്പോൾ ഈ കഥയൊക്കെ ഞങ്ങളോട് പറയുവേ. അപ്പൊ ഇച്ചായൻ ഇങ്ങനെ ചോറ് വിളമ്പും, ഇച്ചായൻ ഇങ്ങനെ ഒത്തിരി പണിയെടുത്തിട്ടാ വരുന്നത്, എല്ലാവരെയും നോക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അപ്പം റബ്ബർ വെട്ടാനൊക്കെ പോകും. അപ്പൊ ഒരുപാത്രം ചോറ് വിളമ്പും. അപ്പൊ ഉപ്പാപ്പി ഇങ്ങനെ ഊണ കഴിച്ചിട്ട് നോക്കിയിരിക്കും. ചേട്ടൻ വന്ന് കഴിക്കുമ്പോൾ പകുതി ആകുമ്പോൾ പറയും, സാറേ എഴുന്നേറ്റോ എന്ന് പറയും എല്ലാ ദിവസവും. അവിടെ വല്യമ്മച്ചിയെ ഡബിൾ പോർഷൻ വിളമ്പും എന്നൊക്കെ എന്നോട് പറയുന്നത്, 2 പാത്രത്തിനുള്ള വിളമ്പും. കാരണം പകുതി കുഞ്ഞൂട്ടിയാ കുഞ്ഞൂട്ടി എന്നാണ് ഉപ്പാപ്പിയുടെ പേര്. അപ്പം ഉപ്പാപ്പി കഴിക്കാൻ വേണ്ടി ഇച്ചാച്ചിക്ക് കൂടുതൽ വിളമ്പും. അങ്ങനെ സ്വന്തം മകനായിട്ട്. അതുകൊണ്ട് തന്നെ ഇച്ചായനും കൊച്ചമ്മയെന്നാണ്, എന്റെ അമ്മയെ കൊച്ചമ്മയെന്നാണ് വിളിക്കുന്നത്. ഈ എന്റെ ഉപ്പാപ്പിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്റെ അമ്മ ഉണ്ടാക്കുന്ന കറികളും അങ്ങനത്തെയാണ്. എന്റെ അമ്മയോട് ഭയങ്കര സ്നേഹമായിരുന്നു. അങ്ങനെ എന്റെ ഇച്ചായനാണ് ഉപ്പാപ്പിയുടെ കല്യാണമൊക്കെ നടത്തി കൊടുക്കുന്നത്. ഞാൻ പറയുവാണെങ്കിൽ പാസ്റ്റേ, ആദ്യമായിട്ട് കൂടിയ കല്യാണം എന്റെ ഉപ്പാപ്പിയുടെ കല്യാണം. അന്ന് എനിക്ക് വന്ന് 5 വയസ്സ്. ഓർമ്മയുണ്ട്. ഉണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പാസ്റ്റർ TJ ശാമുവലാണ് കല്യാണം നടത്തിയത്. അത് കുട്ടപ്പൻ പാസ്റ്റർ എന്ന് പറയും. പുള്ളിയായിരുന്നു അന്ന് പ്രസ്പിക്ടർ. അപ്പം ജോസഫ് പാഷൊക്കെ ഉണ്ടെങ്കിലും പ്രസ്പിക്ടർ ആണല്ലോ വന്ന് ഇങ്ങനെ ഫുൾ കൈയൊക്കെ ഇട്ട് വന്ന് നമുക്ക് അവളൊക്കെ പാഷപ്പച്ചൻ പേരെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പെരിങ്കിരി ചർച്ച വെച്ചായിരുന്നു കല്യാണം. അപ്പൊ നമ്മുടെ വീട്ടിലായിരുന്നു അതിന്റെ പിന്നെ കല്യാണം ഉറപ്പീര്. അപ്പൊ ഈ കോഴിക്കോട് നിന്നൊക്കെ ഒത്തിരി നഴ്സുമാരെല്ലാം വന്നു. പിന്നെ കല്യാണത്തിന് അവരെല്ലാം വന്നായിരുന്നു. അന്ന് ഉപ്പാപ്പി കോഴിക്കോടാ, കണിച്ചാറ്റിന്ന് കോഴിക്കോട് പോയായിരുന്നു. അപ്പൊ അതെല്ലാം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് കല്യാണം എല്ലാം കഴിഞ്ഞ് പിന്നെ ഉപ്പാപ്പിയൊക്കെ പിന്നെ ഒത്തിരി കാലത്തേക്ക് അവരെ പിന്നെ കണ്ടിട്ടില്ല. അവര് പിന്നെ അങ്ങ് ശുശ്രൂഷയ്ക്ക് വേണ്ടി അങ്ങ് പോയി. പിന്നെ അതിനിടയ്ക്ക് പറയുകയാണെങ്കിൽ തങ്കമ്മാമ്മയുടെ വീട് എന്ന് പറഞ്ഞാൽ കണ്ണമ്പിലാക്കൽ എന്നാണ് പറയുന്നത്. കണ്ണമ്പിലാക്കലെ അപ്പച്ചൻ, അതായത് എന്റെ പാസ്റ്റർ, എന്റെ ജീവിതത്തിൽ ഇത്രയും നീതിമാനായ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. തങ്കമ്മാമ്മയുടെ വീട്ടിൽ ഒത്തിരി ഒരൊറ്റ ആണേ ഉള്ളൂ, ബാക്കി മുഴുവൻ പെൺപിള്ളേരാണ്. 7 പെണ്ണും ഒറ്റ ആണുമാണ്. ജോയിച്ചാനാണ് ഏറ്റവും മൂത്ത. അപ്പൊ ഞങ്ങൾക്ക് എന്റെ രണ്ടാമത്തെ വീടെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, കണ്ണമ്പിലാക്കലെ വീട്. അത്രയ്ക്കും നമുക്കൊരു അഭേദ്യമായ ബന്ധമാണ്. അതായത് ഒരു റിയൽ കർഷകൻ. ഒരുപാട് ഞങ്ങൾ ഇങ്ങനെ പറയും, കണ്ണമ്പിലാക്കില് മണ്ണെണ്ണയും പഞ്ചസാര ഒഴികെ ബാക്കി എല്ലാം വീട്ടിലുണ്ടാക്കുന്നത്. അങ്ങനെ മുളകൊക്കെ ഇങ്ങനെ, പച്ചമുളകൊക്കെ ഇങ്ങനെ വലിയ പരമ്പ് വിരിച്ചിട്ടാണ് ഉണങ്ങുന്നത്. പഴുത്തു കഴിയുമ്പോൾ അങ്ങനെ എല്ലാ കൃഷിയുണ്ട്. ഭയങ്കര സമ്പന്നനായ ഒരു കൃഷിക്കാരനായിരുന്നു. അപ്പം കന്നുകാലികളും അങ്ങനെ ഇങ്ങനെ എല്ലാം ഒത്തിരി. അപ്പൊ അവിടുത്തെ ഒരു മോളാണ് തങ്കമ്മാമ. അങ്ങനെയാണ് ഉപ്പാപ്പി കല്യാണം കഴിച്ചു. ഉപ്പാപ്പി പറഞ്ഞ പോലെ ചെറിയ മനുഷ്യൻ, നിറച്ചും തലമുടി ഉണ്ടായിരുന്നു. പക്ഷെ ഇച്ചാച്ചിക്കും നടുക്കത്തെ ഉപ്പാപ്പിക്കും മുടിയെല്ലാം പോയി. പക്ഷെ ഉപ്പാപ്പിക്ക് മരിക്കുന്നതിന് വരെ തല നിറച്ചു മുടിയാ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വീട്ടിലോട്ട് ഇടയ്ക്കിടയ്ക്ക് വരും. അന്നേരം ഒരു കസേര ഇട്ട് വെളിയിൽ ഇരുന്നിട്ട് ജീരകം കൊണ്ടുവരാൻ പറയും, ജീരകം. അപ്പം എനിക്കറിയത്തില്ല ഗ്യാസ് ഉള്ളതുകൊണ്ടാ ചോദിക്കുന്നത്. പക്ഷെ എന്നോട് പറയും, മോനെ കുട്ടാ, ഇത് തിന്നാൽ ആയുസ് വർദ്ധിക്കും, അതിനാണ് ജീരകം കഴിക്കുന്നത്. അപ്പൊ ഒത്തിരി ജീരകം ഇങ്ങനെ ഉപ്പാപ്പി കഴിക്കും. അതൊക്കെ എന്റെ ഓർമ്മ നന്നായിട്ടുണ്ട്. അത് കഴിഞ്ഞ് പടം വരച്ചു തരും ഞങ്ങളോടൊക്കെ. എന്റെ മൂത്ത ചേച്ചി സദനീഷ ബൈബിൾ കോളേജിലെ വിശ്വാസ് ജോർജാ കല്യാണം കഴിച്ചത്. അപ്പം എന്റെ മൂത്ത ചേച്ചിയെ സ്വന്തം ഒരു വലിയ പ്രായവ്യത്യാസം ഇല്ല അവരൊന്നും തമ്മി. അപ്പൊ ഭയങ്കര കൂട്ടായിരുന്നു. അപ്പൊ ലാസ്റ്റ് എന്റെ ചേച്ചി പോയി കുറെ ഫോട്ടോ എടുത്തായിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പം. ആ ഫോട്ടോ എല്ലാം ഇപ്പോഴും ആൽബത്തിൽ എവിടെയോ ഉണ്ട്, എവിടെയോ എനിക്കറിയത്തില്ല. അന്നേരമാണ് ഉപ്പാപ്പിക്ക് ഇത്രയും വയ്യെന്ന് ഞാനും അറിയുന്നത്. ഭയങ്കര കരഞ്ഞോണ്ടിരിക്കുന്ന ഫോട്ടോ ഒക്കെ.
പിന്നെ ഇങ്ങനെ പറഞ്ഞു വരുവാണെങ്കിൽ എന്റെ ഇച്ചാച്ചി പറഞ്ഞല്ലോ പെരിങ്കിരിയിലായിരുന്നു. ഞങ്ങളെല്ലാം 10 മക്കളാണേലും ഇച്ചാച്ചി ഭയങ്കര കഠിന അധ്വാനിയായിരുന്നു. ഇതുപോലെ അഭിമാനിയായ ഒരു ദേവദാസനെ ആരും കാണാൻ സാധ്യയില്ല. അതുപോലെ ആരുടെ കയ്യിൽ നിന്നും ഒന്നും വേണം എന്നുള്ള ആഗ്രഹമില്ല, അങ്ങോട്ട് കൊടുത്ത് ശുശ്രൂഷിക്കണം എന്നുള്ള ആഗ്രഹമാണ്. അപ്പം ഇങ്ങനെ പെരിങ്കിരി ഇന്ന് നേരെ അറബി പോകും. അറബി, മട്ടിനി, കോളിത്തട്ട്, പേരട്ട, ഉളിക്കല്, കിളിയന്തറ എന്ന് വേണ്ട എല്ലായിടത്തും പോയി പരസ്യങ്ങൾ നടത്തും. അപ്പൊ ആളുകളെല്ലാം ഇച്ചാച്ചി ഇങ്ങനെ വെല്ലുവിളിക്കും, പാസ്റ്റർ പള്ളിത്തോട്ട് വിട്ടു ഉളിക്കലിലോട്ട് ഒന്നൊന്ന് പ്രസംഗിച്ചേ, എന്നാ പാഷ ഞങ്ങൾ അടിക്കും. അടുത്ത ഞായറാഴ്ച നമ്മുടെ പിന്നെ VP ഫിലിപ്പിന്റെ പിതാവ് ജോയിച്ചാനുണ്ട് വെള്ളിയമ്മാക്കളെ. ജോയിച്ചാനൊക്കെ രക്ഷിക്കപ്പെട്ടത് എന്റെ ഇച്ചാച്ചിയുടെ ഈ പ്രസംഗത്തിലാണ്. അപ്പം ഒരു വലിയ ഗ്രൂപ്പ് യങ്സ്റ്റേഴ്സ് ഉണ്ട്, യുവാക്കന്മാർ. അപ്പൊ ഇച്ചാച്ചിക്ക് സപ്പോർട്ടായിട്ട് അപ്പൊ ഇവരെല്ലാം കൂടി ഉള്ളിക്കല്ലി പോകും. ഉള്ളിക്കല്ലി പോയി ഭയങ്കര പ്രസംഗം നടത്തും. അപ്പൊ ആർക്കും അടിക്കണ്ട, അന്നേരം പറയാം എന്നാ പേരട്ട് നടത്തിക്കുക, അങ്ങനെ വെല്ലുവിളിക്കും. ഇവർ ഉടനെ അത് ഏറ്റെടുത്തങ്ങ് പോവാണ് എല്ലാ ഞായറാഴ്ചയും ഇങ്ങനെ പരസ്യങ്ങൾ നടത്താൻ. അതുപോലെ രാത്രിയിലൊക്കെ ഒരുപാട്, അന്ന് വഴിയും വണ്ടിയും ഒന്നുമില്ല പാസ്റ്റർ, എല്ലാവരും ഇങ്ങനെ കാൽനടയായിട്ടാണ് അറബിക്കും മട്ടണിക്കും ഒക്കെ പോകുന്നത്. അവിടെ എല്ലാം കോളിത്തട്ടിലൊക്കെ പോയി. ഞാൻ ഓർക്കുന്നുണ്ട് ഷാരോണില്, അത് കുറച്ചാൾ കഴിഞ്ഞപ്പം പിന്നെ എജിന്ന് മാറി പിന്നെ ഷാരോണിലായിരുന്നേ. നമ്മുടെ PJ തോമാച്ചായന്റെ അനാശാലയിൽ വൈൽഡ് സ്കൂളുണ്ട്. അപ്പം ഇച്ചാൻ അവിടുത്തെ അധ്യാപകനായിരുന്നു എന്റെ ഇച്ചാച്ചി. അങ്ങനെ ആ കാലത്താണേലും ഇച്ചാച്ചി ഇങ്ങനെ പകലെല്ലാം വീട്ടിലെ ജോലികളൊക്കെ ചെയ്യും. അതായത് റബ്ബർ വെട്ടും, കപ്പക്കുളം കുത്തും, അങ്ങനെ എല്ലാം ചെയ്യും. അധ്വാനിയാണ് പാസ്റ്റാണേലും. അത് കഴിഞ്ഞിട്ട് കുളിച്ച് ഉടുപ്പൊക്കെ ഇട്ട് പുള്ളി പഠിപ്പിക്കാൻ പോകും. അങ്ങനെ ഉച്ച കഴിഞ്ഞാൽ പുള്ളിയുടെ ക്ലാസ്സുകൾ. അതൊക്കെ എന്നെ നല്ല ഓർമ്മയിലുണ്ട്. അങ്ങനെ ഇച്ചാച്ചിയെ പോലെ കഠിനാധ്വാനിയും അഭിമാനിയായ ഒരു ദേവദാസനെ എന്റെ ഓർമ്മയിൽ ഞാൻ കേട്ടിട്ടില്ല. പിന്നെ നമ്മുടെ പാസ്റ്റർ VT അബ്രാം, VC അബ്രാം, ഇവരെല്ലാം സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചത് എന്റെ ഇച്ചാച്ചിയാണ്. പിന്നെ പാസ്റ്റർ പറഞ്ഞ പോലെ കുഞ്ഞമ്മാമ അമ്മച്ചിയും കോടാലിപ്പറമ്പിലെ അമ്മ, അവരൊക്കെ ഇങ്ങനെ വീട്ടിൽ വരും. പെരിങ്കില്ലേ ഞങ്ങളുടെ വീട്ടിൽ പേത്തോമില്. എന്നിട്ട് രാത്രി മുഴുവൻ ഇവരിങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമയം പോകുന്ന ഞാൻ ഓർക്കുന്നുണ്ട്. അത് ഞങ്ങളെ നമ്മളെ കുഞ്ഞുങ്ങളായിട്ട് നമ്മൾ കിടന്നുറങ്ങും, ഇവർ ഉറങ്ങത്തേ ഇല്ല. അതിരാവിലെ വരെ ഇവർ വർത്താനം വേണ്ടി പ്രാർത്ഥിക്കും. ഇങ്ങനെ ഭയങ്കര തീവ്രമായ ഒരു ബന്ധമായിരുന്നു അന്ന് ആ കുടുംബങ്ങളെല്ലാം തമ്മിൽ, കുന്നേലയും പിന്നെ അങ്ങനെയുള്ള എല്ലാ കുടുംബങ്ങളുമായിട്ടും. പിന്നെ പെരിങ്കിരി ചർച്ചിലെ 3 പ്രധാനപ്പെട്ട കുടുംബങ്ങളായിരുന്നു. ഒന്ന് കടമ്പിലാക്കിലെ അപ്പച്ചൻ, ഒന്ന് പതാലിലെ അപ്പച്ചൻ, ഒന്ന് പേരേപ്പറമ്പിലെ അപ്പച്ചൻ, പിന്നെ എടലമുറിയിലെ കുട്ടിച്ചാൻ അപ്പച്ചൻ. ഇങ്ങനെ 4 അപ്പച്ചന്മാരായിരുന്നു. വ്യത്യസ്തരായ, അവിടെ ഒത്തിരി തമാശകളും ഒക്കെ ഉണ്ട്. കുട്ടിച്ചാനപ്പച്ചന്റെ അമ്മച്ചി, നമ്മള് കുട്ടിച്ചാന്റെ അമ്മച്ചി എന്നാണ് വിളിക്കുന്നത്. എടലമുറിയിലെ അമ്മച്ചി ഒരുപാട് സാക്ഷ്യം പറയും, ഇങ്ങനെ നിർത്താതെ പറയും. അപ്പൊ നമ്മുടെ പതാലിലെ ഒരു കുഞ്ഞുവൻചാനുണ്ട്, കേട്ട് കാണും, സാറാണ് പുള്ളി പറയും, പാഷേ ഞങ്ങൾ ഇത് കേൾക്കാനല്ല വരുന്നേ. അപ്പത്തേക്ക് കുഞ്ഞുമാമ എടൽമുറി അമ്മച്ചി തിരിഞ്ഞ്, എടാ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയും. അപ്പത്തേക്ക് പുള്ളിയുടെ വായടഞ്ഞു. അങ്ങനെ ഒരുപാട് അപ്പച്ചന്മാരും അങ്ങനെയൊക്കെ ഒത്തിരി കുഞ്ഞുനാളിലുണ്ട്. അതുപോലെ CA എന്ന് പറയുമ്പം CA മീറ്റിങ്ങിന് നമ്മുടെ ഈ പോത്തച്ചായനും ഇവരെല്ലാം രാത്രി നമ്മുടെ പെരിങ്കിരിപ്പള്ളിയിലാണ് വരുന്നത്. അപ്പൊ ഇവരെല്ലാം ഇങ്ങനെ കുളിച്ച് പൗഡറൊക്കെ ഇട്ട് വന്ന് നമ്മൾ എല്ലാ CA മീറ്റിംഗ് കഴിഞ്ഞ് രാത്രി പിന്നെ നടന്നു പോകണം. വീട്ടിൽ ചെല്ലുമ്പോഴത്തേനും ഒത്തിരി രാത്രിയാവും. അങ്ങനെയൊക്കെ അന്ന് ഭയങ്കര തീവ്രമായ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഈ ഇച്ചാച്ചി എല്ലാവരും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ലൊരു ശുശ്രൂഷ. അപ്പം എന്തെങ്കിലും അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് സഭ മാറി എനിക്ക് തോന്നുന്നത് ഇവര് കൂരാച്ചുണ്ടോ അങ്ങനെ എങ്ങാണ്ട് ഭാഗത്തോട്ട് പോയി. അവിടുന്ന് പിന്നെ ഇച്ചാച്ചിയെ ഇവിടെ തന്നെ അയച്ചു. അന്ന് ഈ കോഴിക്കോട് ആയിരിക്കുമ്പം പക്ഷേ മിഷണറിമാർ വരും, ഇംഗ്ലണ്ടിൽ നിന്നുള്ള മിഷണറിമാര്, സോർബോ സായിപ്പ്, എസ്ലേർ മദാമ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഇവരിങ്ങനെ ഈ തോമാച്ചനെയും വർഗീസിനെ ഇവരിങ്ങനെ പേര് മലയാളത്തിലാണ് വിടുന്നത്. അപ്പം വർഗീസും തോമസും ഇവരുടെ ഫേവറേറ്റ് ആൾക്കാരായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് എല്ലാ വർഷവും ക്രിസ്മസ് കാർഡ് വരും ഇംഗ്ലണ്ടിൽ നിന്ന് കുറേ വർഷങ്ങള്. പിന്നെ പാർസലായിട്ട് നമുക്ക് തുണികള്, അവരിടുന്ന സൈസ് തുണികളും ക്വിൽറ്റും അങ്ങനത്തെ എല്ലാം ഞങ്ങൾക്ക് ഇങ്ങനെ പാർസൽ അയച്ചു തരുവായിരുന്നു. ഇവരുടെ ആ സേവനം കണ്ടിട്ട് ഈ മിഷണറിമാർക്ക് ഇവരോട് ഭയങ്കര, ഇവർ രണ്ടുപേരും ചേട്ടനും അനിയനും തീപ്പൊരി പ്രസംഗങ്ങൾ ആയിരുന്നു. അതുപോലെ എന്റെ ഇച്ചാച്ചി ആരോടും ഒന്നും മേടിക്കുകയല്ല. പക്ഷെ ഞാൻ വർഷങ്ങൾ കഴിഞ്ഞ് എന്റെ ചേച്ചി സൗദി അറേബ്യയിൽ പോയി. അങ്ങനെ പൈസക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. അന്നേരം അതിന് മുന്നേ തന്നെ ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് ഒത്തിരി കന്നുകാലികൾ വളർത്തുണ്ട്, എരുമപ്പാലും അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പൊ എരുമയും അതിന്റെ പാൽ വിൽക്കാനും ഒക്കെ ഉണ്ട്. പക്ഷെ സഭയുടെ പൈസ കൊണ്ട് മാത്രമല്ല നമ്മൾ ജീവിക്കുന്നത്. അപ്പം പിന്നെ സഭയുടെ പറമ്പുണ്ട് നമുക്ക് കുറച്ച്, അതിനകത്ത് കശുവണ്ടി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ബുദ്ധിമുട്ടൊന്നും അങ്ങനെ അനുഭവിച്ചിട്ടില്ല ആ കാലങ്ങളിൽ. അപ്പം കണ്ണമ്പിലാക്കിലെ അപ്പച്ചന്റെ പിതാവ്, ആ അപ്പച്ചന്റെ പേര് ഞാൻ മറന്നുപോയി, ഇപ്പോഴും മുഖം ഓർമ്മയുണ്ട്. അപ്പച്ചൻ ഒരു ദിവസം ഉച്ചയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ, നമ്മുടെ വാതിൽക്കൽ കൂടിയാണ് ടൗണിലോട്ട് പോകുന്നത്. അവരുടെ വീട് പെരിങ്കിരില്ല, നമ്മൾ വള്ളിത്തോട്ടിലോട്ട് പോവാ. അപ്പൊ അപ്പച്ചൻ വീട്ടിൽ വന്നപ്പം അമ്മ ഉച്ചയ്ക്ക് വന്ന് ആരും വരുമ്പോ പെട്ടെന്ന് നമുക്ക് പാലുള്ളതുകൊണ്ട് പെട്ടെന്ന് ചായ ഇട്ട് കൊടുത്തു. അപ്പൊ അപ്പച്ചന് ഭയങ്കര പ്രയാസമായി. ഉച്ചയ്ക്ക് വീട്ടിൽ വരുമ്പോ കഞ്ഞിവെള്ളം അല്ലേ കൊടുക്കേണ്ടിയായി. അപ്പൊ എന്തുകൊണ്ടാ ചായ തന്നേന്നുണ്ട് അപ്പച്ചൻ വീട്ടിൽ പോയി ഒരു ചാക്ക് നെല്ല് നമുക്ക് കൊടുത്തു വിട്ടു.
കാരണം വീട്ടിൽ അരിയില്ലെന്ന് അപ്പച്ചൻ ഓർത്തെ. അരിയൊക്കെ ഉണ്ട്, പക്ഷെ നമ്മുടെ സംസ്കാരം കണ്ണൂരുകാര് ചായ കൊടുക്കുള്ളൂ. അങ്ങനെ ഒരു പറഞ്ഞ് ഇപ്പോഴും ഞാൻ എന്റെ മനസ്സിലുണ്ട്. പിന്നെ എന്റെ അമ്മയുടെ അപ്പച്ചന്റെ കാര്യം പറഞ്ഞില്ല. അപ്പച്ചൻ ഇങ്ങനെ വലിയ ധനികനായ മനുഷ്യനായിരുന്നു. അപ്പച്ചന്റെ മക്കളെല്ലാം അപ്പച്ചൻ അങ്ങോട്ട് പാസ്റ്ററാക്കാൻ വിട്ടു. NC എബ്രഹാം, NC ജോൺ, NC മാത്യു, 3 പാസ്റ്റർമാരുണ്ട് അമ്മയുടെ ആങ്ങളമാരായിട്ട്. അത് കഴിഞ്ഞിട്ട് ഇച്ചാച്ചിയുടെ അടുത്ത് ഇവരാരും അങ്ങനെ ഒന്നിനും വരത്തില്ല. ഇച്ചാച്ചി ഭയങ്കര അങ്ങോട്ട് ഇവർക്കെല്ലാം വചനം ബൈബിൾ ക്ലാസ് പഠിപ്പിക്കാനും എല്ലാത്തിനും മുന്നുണ്ട്. കൺവെൻഷൻ പ്രാസംഗികനായിരുന്നു. എപ്പോഴും ഞങ്ങൾക്ക് നോട്ടീസ് വരും. പിന്നെ കാനോ അച്ഛൻ PA അബ്രഹാം, പിന്നെ പാസ്റ്റർ VA വർഗീസ് മലബാർ, ഇങ്ങനെ വേണ്ടി നോട്ടീസ് വരും നമുക്ക്. ഇച്ചാച്ചി കൺവെൻഷൻ സീസണിൽ മൊത്തം നാട്ടിലായിരിക്കും. മലബാറിൽ നിന്ന് അങ്ങ് പോകും കൺവെൻഷന്. പിന്നെ മദ്രാസിലൊക്കെ കൺവെൻഷൻ പ്രസംഗിക്കാൻ പോകും. അപ്പൊ ഇങ്ങനെ പോകുമ്പം ഞങ്ങളുടെ ദേശത്ത് ഇച്ചാച്ചിയെ ഇങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഒരാള് പാന്റും ഫുൾ കൈ സ്ലീവ് ഇടുന്ന എന്റെ ഇച്ചാനായിരുന്നു. വാച്ചും കെട്ടി ഇങ്ങനെ നല്ല അഭിമാനത്തോടെ ആരെയും ഒന്നും മേടിക്കില്ല. അപ്പൊ എവിടെ പോകുമ്പോഴും എല്ലാം സ്വന്തമായിട്ട് വേണം എന്നുള്ള ആഗ്രഹമാണ്. അപ്പം വാച്ചോ ആരെയും ടോർച്ചോ സോപ്പോ തോർത്തോ ഒന്നും ഒരു വീട്ടിൽ പോയാൽ മേടിക്കുകയല്ല. അതെല്ലാം തന്നെ പാക്ക് ചെയ്ത്. അപ്പൊ ഞാൻ സൗദി അറേബ്യ ഞാൻ നേഴ്സിംഗ് കഴിഞ്ഞ് ഞാൻ സൗദി അറേബ്യ പോയപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് പക്ഷെ കേൾക്കണോ, എന്റെ ഇച്ചാൻ ഒരു ക്യാമറ, ഇങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ വലിയ ഇഷ്ടമാണ്. ഒരു ക്യാമറ ഫസ്റ്റ് ശമ്പളത്തിന് മേടിച്ചു. ചാച്ചിക്ക് ഒരു ബ്രീഫ് കേസ് മേടിച്ച് ചാച്ചി കൊണ്ട് നടക്കുന്ന സാധനങ്ങൾ, സോപ്പ്, ചീപ്പ്, അങ്ങനെ ടോർച്ച്, ഇതെല്ലാം സെറ്റ് ചെയ്ത് കൈ കൊണ്ട് കൊടുത്തു. കാരണം അതുപോലെ ആരും ഡിപ്പെൻഡ് ചെയ്യല, ആരും ഒന്നിനും ആശ്രയിക്കുകയല്ല. ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചാൽ വിശന്നായിരിക്കും, പറയും ഇല്ല ഞാൻ ഫുൾ കഴിച്ചിട്ടാവുന്നതെന്ന് പറയും. ആരുടെയും വീട്ടിൽ നിന്ന് മേടിച്ച് കഴിക്കുകയോ ഒന്നും ചെയ്തില്ല. പക്ഷെ ഒരുപാട് പ്രയാസങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. വേലയോട് അനുബന്ധിച്ചും എല്ലാം ഒത്തിരി പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെങ്കിൽ കർത്താവിന്റെ ആ കൃപയിൽ ആശ്രയിച്ച് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി സത്യസന്ധമായിട്ട് ദൈവത്തിന് വേണ്ടി ജീവിച്ച് മരിച്ച ഒരു ദേവദാസൻ. ചാച്ചി മരിക്കുന്ന ഇതുകൂടെ പറഞ്ഞിട്ട് ഉപ്പാപ്പിയുടെ കാര്യം പറയാവേ. ചാച്ചി മരിക്കുന്നതിന് മുമ്പ് ചാച്ചിക്ക് വലിയ അസുഖങ്ങളൊന്നുമില്ലായിരുന്നു. ടൗണിലോട്ട് ഞങ്ങൾ ഇച്ചിരി കുന്നിന്റെ മുകളിൽ ഞങ്ങൾക്ക് വേറെ, അതായത് അതും കൂടെ പറയാം. അപ്പച്ചൻ അമ്മയ്ക്ക് സ്ത്രീധനമായിട്ട് സ്ഥലം കൊടുത്തായിരുന്നു കുറച്ച്. അപ്പൊ അത് കല്യാണം കഴിഞ്ഞിട്ട് സ്ഥലം എഴുതാൻ വേണ്ടി ഇച്ചാച്ചിയെ വിളിച്ചെങ്കിൽ ഇച്ചാച്ചി ഞാൻ പറഞ്ഞില്ല അഭിമാനിയോ ദുരഭിമാനിയോ ഇച്ചാച്ചി പോയില്ല. അപ്പൊ അപ്പച്ചന് ദേഷ്യം പിടിച്ചിട്ട് അമ്മയുടെ മാത്രം പേരില് സ്വത്ത് എഴുതി വെച്ചു, അമ്മയ്ക്കുള്ള വീതം. അപ്പൊ അത് ഓഞ്ഞിലിൽ ആയിരുന്നു, അവർക്ക് ഒരുപാട് സ്വത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അത് വിറ്റിട്ട് ഞങ്ങൾ ഈ കുന്നോത്ത് പറമ്പെന്ന് പറയുന്ന സ്ഥലത്ത് പെരിങ്കിരിയില് നമ്മൾ ചർച്ച ആയിരിക്കുമ്പോൾ കുന്നോത്ത് പറമ്പില് സ്ഥലം മേടിച്ചു. ചാച്ചി മരിക്കുന്നിടം വരെ അമ്മയുടെ പേരിൽ നിന്ന് ആ സ്ഥലത്തിന്റെ പേര് മാറ്റിയില്ല. അത്രയ്ക്ക് അഭിമാനി. അത് അമ്മയ്ക്ക് കൊടുത്ത ക്ഷീണം, അത് എന്റെ പേര് എഴുതേണ്ട കാര്യമില്ല. അങ്ങനെ ഉപ്പാപ്പിയാണേലും അവർക്ക് പൈസയെ പറ്റി വലിയ ആർത്തിയോ അങ്ങനെ ഒന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പൊ എന്റെ ഇച്ചായന്റെ പേരിൽ ഒരു സെന്റ് സ്ഥലം പോലും ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ സൗദി പോയി കഴിഞ്ഞ് ഞാൻ പൈസ അയച്ചു കൊടുത്ത് സ്ഥലം മേടിച്ചു. ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത സ്ഥലം, പറമ്പിന്റെ അടുത്തെ ഒരേ പറമ്പ്, ഒരാളുടെ ആയിരുന്നത്. അത് മേടിച്ചു. അങ്ങനെ 1 ഏക്കർ 20 സെന്റ് സ്ഥലം എന്റെ ഇച്ചായന്റെ പേരിൽ ഉണ്ടായിരുന്നു മരിക്കുന്നിടം വരെ. പക്ഷെ മരിക്കുന്നിടം വരെ ഇല്ല, ഇച്ചാച്ചിക്ക് ഇച്ചിരി അസുഖമൊക്കെ ആയപ്പോഴത്തേനും അത് പെട്ടെന്ന് എന്റെ പേരിലോട്ട് എഴുതി വെച്ചു. ഇപ്പോഴും എന്റെ പേരിൽ അവിടെ കിടപ്പുണ്ട്. അതിനകത്തൊരു ഹോള് പണിഞ്ഞ് അവിടെയായിരുന്നു ആരാധനയൊക്കെ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഹോളെല്ലാം അപ്പടി പോയി. കാരണം ഞങ്ങൾ ഏജിക്കാരോട് എടുത്തോളാൻ വന്നപ്പോൾ അവർക്ക് അതിന്റെ പൈസ മതി, അവർക്ക് തൊട്ടടുത്തൊരു ഏജി ചർച്ച ഉണ്ടല്ലോ, അങ്ങനെ അവർ മേടിച്ചില്ല. അങ്ങനെ അതിന് ഞങ്ങള് അവർക്ക് അതിനുള്ള ഇച്ചിരി പൈസ കൊടുത്തായിരുന്നു അന്ന്. അത് ഞാൻ പറയാൻ വന്നതെന്ന് ചോദിച്ചാൽ അന്നും മേലെങ്കിലും സുവിശേഷ പ്രവർത്തനം, അതിനുവേണ്ടി ആനപ്പന്തിയിൽ ഒരു ചർച്ച് പണിഞ്ഞു. പിന്നെ ആർളത്ത് ഇച്ചാച്ചി നടക്കാത്ത സ്ഥലങ്ങളില്ല, ആർളം, ഈന്തങ്കേരി, പിന്നെ പേരട്ട, ഇവിടെ എല്ലാം പോയി. അവിടെയൊക്കെ ഈ 3 ചർച്ച ഉണ്ടായിരുന്നു. ചർച്ച് തന്നെ പണിഞ്ഞു. അതായത് ഇച്ചാച്ചി തിരുവനന്തപുരത്ത് ഇങ്ങനെ സുവിശേഷ വേലയിലായിരിക്കുമ്പം ഒരു ദേവദാസനോട്, അവിടെ ദേവദാസന തുമ്പ റോക്ക സ്റ്റേഷനിലുള്ള ഒരു ശാസ്ത്രജ്ഞൻ പോലെ ഒരാള്, അബ്രഹാം ബ്രദറിനെ ഞങ്ങൾ വിളിക്കുന്നത്, അദ്ദേഹത്തോട് ഇങ്ങനെ ഒരു പ്രവചനം പറഞ്ഞു, ഈ ജോലി വിട്ടിട്ട് സൗദി അറേബ്യയിൽ പോകുമെന്ന് പറഞ്ഞു പുള്ളിയോട്. അപ്പൊ ആ പുള്ളിയുടെ വൈഫ് സൗദി അറേബ്യയിൽ പോയി പുള്ളിക്കാരനെ കൊണ്ടുപോയി ഈ തുമ്പ റോക്ക സ്റ്റേഷനിലെ ജോലി വിട്ടിട്ട് അബ്രഹാം സാറ് അങ്ങ് അവിടേക്ക് പോയി. ഇവിടെ അബുദാബി അല്ല, സൗദി അറേബ്യയിൽ ജിദ്ദയില്. അപ്പം എന്റെ ചേച്ചിയെ അവര് സ്പോൺസർ ചെയ്ത് ജിദ്ദയെ കൊണ്ടുപോയി. അപ്പൊ ആ ഇച്ചാച്ചി കൊണ്ടുപോയി, ഇച്ചാച്ചിയോടുള്ള സ്നേഹത്തിന്റെ പേരിൽ അബ്രഹാം സാർ എല്ലാ മാസവും ഒരു ചെറിയ ദശാംശം ഇച്ചാച്ചിക്ക് അയച്ചു കൊടുക്കുമായിരുന്നു, ഒരുപാട് വർഷങ്ങൾ വരെ. ബേമാമ ഞങ്ങൾ വിളിക്കുന്ന മൂത്ത ചേച്ചി ബേമാമ അവിടെ ചെന്നിട്ടും അയക്കുമായിരുന്നു. പിന്നെ പുള്ളി ഒത്തിരി വെളിപ്പാടുകളെല്ലാം ഇങ്ങനെ എഴുതി എല്ലാ ആഴ്ച ഇങ്ങനെ ലെറ്റർ വരുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ചെയ്താണ് ബേമാമയുടെ കല്യാണമൊക്കെ നടക്കുന്നത്. ബേമാമ SIBCയിലുള്ള യേശുദാസ് ജോർജിനെയാ കല്യാണം കഴിച്ച്. അവർ 2 പേരും മരിച്ചുപോയി. 2 പേരും നിത്യതയിൽ വിശ്രമിക്കുക. ഞാൻ പറഞ്ഞല്ലേ ഞങ്ങൾ 10 മക്കളായിരുന്നു, മൂത്ത ബ്രദറും മരിച്ചുപോയി. ഇപ്പൊ ഞങ്ങൾ 8 പേര് ജീവനോടെ ഉണ്ട്. ഉപ്പാപ്പിയെ പറ്റി പറയുകയാണെങ്കിൽ ഉപ്പാപ്പി ഞങ്ങളുടെ വീട്ടില് എപ്പം നാട്ടിൽ തിരുവിതാംകൂറിൽ നിന്ന് മലബാറിൽ വന്നാലും ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ താമസിച്ചിട്ടൊക്കെ പോവുള്ളായിരുന്നു. ഈവൻ കണ്ണമ്പിലാക്കിലെ വീട്ടിൽ നിന്നാണേലും വീട്ടിൽ വന്നിട്ട് ചാച്ചിയുടെ അമ്മയുടെയും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുക, അങ്ങനെ ഒത്തിരി അങ്ങനെയായിരുന്നു. അപ്പം ഉപ്പാപ്പിയുടെ തമാശകൾ എന്ന്
പറഞ്ഞ ഒത്തിരി എനിക്ക് ഓർക്കാനുണ്ട്. പാപ്പി ആരാണ്ട് ഒരിക്കൽ ആരോ ചോദിച്ചു, പാസ്റ്റർക്ക് എന്താ കൊടവയറൊന്നും ഇല്ലാത്തതെന്ന് ചോദിച്ചു. എല്ലാ പാസ്റ്റർമാർക്കും കൊടവയറുണ്ടല്ലോ. അപ്പൊ പാപ്പി പറഞ്ഞു, അത് കുഞ്ഞെ, എനിക്ക് കൊടയുണ്ട് വയറും ഉണ്ട്, രണ്ടും രണ്ടായിട്ടാന്ന് പറഞ്ഞു. കൊടവയറിനെ പറ്റി ചോദിച്ചപ്പോ. അപ്പൊ പിന്നെ അതുപോലെ ഉപ്പാപ്പിയുടെ തമാശകൾ ഒരുപാട് തമാശകൾ പറയാം. അപ്പം കാനവച്ചൻ ഉപ്പാപ്പിക്ക് ഇങ്ങനെ ഈ ഗ്യാസിന്റെ അസുഖം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം എന്നാ എനിക്ക് തോന്നുന്നത് കാനവച്ചൻ പറഞ്ഞു, പിന്നെ ഇങ്ങനെ ഒരു എക്സർസൈസ് ഉണ്ട് കുഞ്ഞുട്ടി, അത് കുഞ്ഞുട്ടി ചെയ്യണം, അത് ഒത്തിരി നല്ലതാ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞപ്പോ കാനവച്ചൻ കണ്ടപ്പോ ചോദിച്ചു, കുഞ്ഞുട്ടി ആ എക്സർസൈസ് ചെയ്തായിരുന്നോ എന്ന് ചോദിച്ചു. അന്നേരം കാനവച്ചനോട് പറഞ്ഞു, അത് അച്ഛാ, ആ എക്സർസൈസ് ചെയ്താൽ വളരെ നല്ലതായിരുന്നു, പക്ഷെ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. അപ്പം കാനവച്ചൻ അതിനെപ്പറ്റി ഒരു പാപ്പിക്ക് ഇങ്ങനെ ജോണ്ടീസ് വന്നത് ഡൽഹിയിലായിരിക്കുമ്പോഴാണ്. പാപ്പിക്ക് അതികഠിനമായ മഞ്ഞപ്പിത്തം വന്നു. ഡൽഹി വെച്ച് ഉപ്പാപ്പി മരിച്ചു പോകുന്ന വരെ വിചാരിച്ചു. അപ്പൊ മരിച്ചു പോകുന്നിടത്ത് എല്ലാവർക്കും പേടിയായി. എത്രയും ഉപ്പാപ്പിയെ നാട്ടിൽ കൊണ്ടുവരണം ഇങ്ങനെ വിചാരിച്ച് എല്ലാവരും ഭയപ്പെട്ടു. അപ്പൊ ഉപ്പാപ്പി പറഞ്ഞു, നാട്ടിൽ നിന്നാണേലും ഇവിടുന്നാണേലും സ്വർഗത്തിലോട്ടുള്ള ദൂരം സെയിം ആന്ന് പറഞ്ഞു. അത്രയ്ക്ക് പ്രത്യാശയായിരുന്നേ. കാരണം രണ്ടും ദൂരം ഒന്ന് തന്നെയാ, അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ടതാണ്. അപ്പം പാപ്പിങ്ങനെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഇങ്ങനെ സുശേഷകരൊക്കെ ചെയ്യുന്നതിന് എല്ലാരും പറയും, ഉപ്പാപ്പി ഇങ്ങനെ ഒത്തിരി അലഞ്ഞിങ്ങനെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യരുതെന്ന് പറയാം. അപ്പം പാപ്പി പറയുന്ന ഒരു കാര്യമാണ്, അവരൊക്കെ പിന്നെ തച്ചിനാ പണിയെടുക്കുന്നത്, ഞാൻ പക്ഷെ കരാറിനാ പണിയെടുക്കുന്നത്, എനിക്ക് സമയത്തിനകം ഇത് തീർത്തിരിക്കണം. അങ്ങനെയാണ് ഉപ്പാപ്പിയുടെ ആറ്റിറ്റ്യൂഡ്. അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പം ഞാൻ ഇവിടെ ബെർമിങ്ങാമിൽ നിന്ന് ഒരു പാസ്റ്ററെ പരിചയപ്പെട്ടു, ഒരു ദേവദാസനെ. അപ്പൊ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, എന്റെ ബൈക്കിന്റെ പുറകെ ഇരുന്നിട്ടാണ് പാസ്റ്റർ വി എ തോമസിന്റെ കാല് പൊള്ളിയത്, ഞാനിങ്ങനെ പുള്ളിയെ കൊണ്ട് യാത്ര പോകുമ്പോഴാണ് പൊള്ളിയത്, പക്ഷെ അത് അറിഞ്ഞില്ലെന്ന് പറഞ്ഞു. അങ്ങനെ കാല് പൊള്ളി, അത് അകത്തൂടെ പഴുപ്പ് കയറി, അങ്ങനെയാണ് കാല് മുറിക്കേണ്ടി വന്നത്. കൊടുത്തിരിക്കുവായിരുന്നു ഹോസ്പിറ്റലിൽ. അതൊരു CSI ഹോസ്പിറ്റലിന്റെ CSIക്കാരുടെ വകയാണല്ലോ. അപ്പൊ അവര് ഇദ്ദേഹം ഒരു സുശേഷകൻ, അദ്ദേഹത്തെ പറ്റി അറിയുന്നതുകൊണ്ട് എന്റെ ഉപ്പാപ്പിക്ക് ഒരു വീട് അവർ ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കുവായിരുന്നു. അവിടെ ആ കാല് വയ്യാതെ മേലാതെ ഇരിക്കുന്ന ഉപ്പാപ്പി അവിടെ ബൈബിൾ ക്ലാസ് നടത്തുമായിരുന്നു. എല്ലാ ഡോക്ടേഴ്സും നഴ്സുമാരും എല്ലാവരും വന്ന് ഉപ്പാപ്പിയുടെ ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുമായിരുന്നു എല്ലൂർ CMC-യിൽ. അങ്ങനെ ഇരിക്കുമ്പം അവിടുന്ന് കാലൊക്കെ മുറിച്ച് നാട്ടി വന്നു. അപ്പം എന്നെ കണ്ടപ്പോ എന്നോട് പറഞ്ഞു, കുഞ്ഞെ, ഞാന് ഈ ഇരിട്ടിയിലോട്ട്, ആനപ്പന്തിയിലോട്ട് മാറാനുള്ള കാരണം ഉപ്പാപ്പിയുടെ അപ്പച്ചന്റെ വീതം ഇങ്ങനെ, അപ്പച്ചൻ ഇങ്ങനെ സ്ഥലം എല്ലാവർക്കും ഡിവൈഡ് ചെയ്തപ്പം ഇങ്ങനെ വിൽക്കുവാന്ന് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ കുറച്ച്. അപ്പം തങ്കമാമയ്ക്ക് വേണ്ടി അവിടെ തന്നെ സ്ഥലം മേടിച്ചു. റോഡ് തൊട്ടടുത്താണ്, കടമ്പിലാക്കിലെ വീടിന്റെ തൊട്ടപ്പുറത്ത്. അപ്പൊ എന്നോട്, ഇതേ നമുക്ക് ഭാവിയിൽ ഒരു കോളനി ഉണ്ടാക്കണം, അതിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. കാരണം എല്ലാവരും ഇങ്ങനെ, പുള്ളിയുടെ ഭയങ്കര പ്രീ പ്ലാൻ ചെയ്യുന്ന ഒരാളായിരുന്നു, വളരെ ദീർഘവീക്ഷണമുള്ള ആള്. അപ്പം ഉപ്പാപ്പിക്കറിയാം, ഉപ്പാപ്പിക്ക് ഇനി അധികം കാലമില്ല. കാരണം ജോണ്ടീസ് വന്നിട്ട് അന്ന് പ്രോപ്പർലി ട്രീറ്റ്മെന്റ് എടുത്തില്ല. അവിടെ പച്ചമരുന്നൊക്കെ ചെയ്ത് ഇങ്ങനെ ലിവറിന് അറ്റാക്ക് ചെയ്ത്, ലിവറിന് എന്തെങ്കിലും വന്നാൽ പിന്നെ അത് ഭയങ്കര ഫ്യൂച്ചറിൽ ഈ പ്രോട്ടീൻ ഒന്നും ഡൈജസ്റ്റ് ചെയ്യത്തില്ല, അതെല്ലാം ഇങ്ങനെ വയറിനകത്ത് കളക്ട് ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോൾ വയറ് വീർത്തു, കാലും ഇല്ല, വളരെ ബുദ്ധിമുട്ടില്ല. അപ്പൊ ഞാന് നഴ്സിംഗിന്റെ ഫൈനൽ ഇയർ ബോൺ പീരീഡില് അവധിക്ക് ചെന്നപ്പോ ഉപ്പാപ്പിയെ കാണാൻ വേണ്ടി നമ്മൾ ഓടിച്ചെന്നപ്പോ ഉപ്പാപ്പി ഇങ്ങനെ കൈ രണ്ടും പുറകോട്ട് കുത്തിയാണ് ഇങ്ങനെ ഇരിക്കുന്നത്. എനിക്കത് കണ്ടിട്ട് ഭയങ്കരമായ സങ്കടം വന്നു. ഞാൻ പറഞ്ഞു, ഉപ്പാപ്പിക്ക് ശ്വാസം കിട്ടുന്നില്ല, ഇങ്ങനെ പുറകോട്ട് കുത്തി ഇങ്ങനെ ബെഡിൽ ഇരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ നാളെ തന്നെ ഉപ്പാപ്പിയെ കാസർഗോഡ്, ഞാൻ എന്റെ നഴ്സിംഗ് സ്കൂളിലോട്ട് കൊണ്ടുപോവുക, അവിടെ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് കമാൻഡർ ജീപ്പ് ഒക്കെ ഉണ്ടെന്ന്. അപ്പം രാവിലെ ഞങ്ങൾ വരും, അപ്പം ഉപ്പാപ്പി റെഡിയാക്കി നിർത്തണം എന്ന് പറഞ്ഞു. ഞങ്ങൾ രാവിലെ അപ്പം ഉപ്പാപ്പി റെഡിയൊന്നും ആയിട്ടില്ല, അവരാക്കിയില്ല. പക്ഷെങ്കിൽ പെട്ടെന്ന് നമ്മൾ റെഡിയാക്കി ഉപ്പാപ്പിയെ കൊണ്ട് കാസർഗോഡ് പോയി. എന്റെ ചേച്ചിയുടെ വീട് കാസർഗോഡ് ഉണ്ടായിരുന്നു, ഞാൻ നഴ്സിംഗ് പഠിക്കുന്ന അവിടെ തന്നെ. അപ്പൊ ചേച്ചിയുടെ വീട്ടിൽ പോയി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഈ ഉപ്പാപ്പിയെ കൊണ്ട് ഞങ്ങള് തങ്കമാമയുടെ ബ്രദറും തങ്കമാമയും ഞാനും എന്റെ കൂട്ടുകാരും ഞങ്ങളെല്ലാം കൂടെ കാസർഗോഡ് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞാൽ അവിടെ ഈ വെന്റിലേറ്റർ സൗകര്യം ഒന്നും ഇല്ലായിരുന്നു. പക്ഷെങ്കിൽ എമർജൻസി റൂമിൽ വെച്ച് ഞങ്ങളുടെ ഡോക്ടേഴ്സ് പുള്ളിയെ പരിശോധിച്ച് പുള്ളിയുടെ വയറിൽ നിന്ന് ഇങ്ങനെ ഫ്ലൂയിഡ് കുത്തിയെടുക്കാൻ വേണ്ടി തുടങ്ങി. ഇങ്ങനെ കുറച്ച് ഫ്ലൂയിഡ് എടുക്കും,
പക്ഷെ അതങ്ങ് റീഫില്ലാവും. കാരണം അത് പ്രോട്ടീൻ ഫ്ലൂയിഡ് ആണ്. പ്രോട്ടീൻ നമ്മുടെ കിഡ്നി കൂടെ ഇത് എക്സ്ക്രീറ്റ് ആകാതെ അത് വയറിനകത്ത് ടിഷ്യൂലും കളക്ട് ചെയ്യുക. അതുകൊണ്ടാണ് വയറിങ്ങനെ വീർക്കുന്നത്. അപ്പൊ ഇത് ഒത്തിരി എടുത്തിട്ടുണ്ടെങ്കിൽ പേഷ്യന്റ് പെട്ടെന്ന് ഹൈപ്പോ ടെൻഷനിൽ പോയിട്ട് മരിച്ചു പോകും. അതുകൊണ്ട് ഇവർക്ക് അങ്ങനെ ICU ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവർ എന്നോട് പറഞ്ഞു ഇങ്ങനെ ബുദ്ധിമുട്ടാണ്, നമുക്ക് ഇങ്ങനെ ഫുൾ എടുക്കുന്നത്. അപ്പൊ പുള്ളി ഓൾറെഡി വലിയൊരു ട്രീറ്റ്മെന്റ് അന്ന് ലെറ്റർ ഒക്കെ ഉണ്ടായിരുന്നേ. അപ്പൊ ഞങ്ങളുടെ ഹോസ്പിറ്റലിന്റെ ഡയറക്ടർ ഓഡമസിന്റെ ഡയറക്ടറും ചെയർമാൻ KS അബ്ദുള്ള ആയിരുന്നു. KS അബ്ദുള്ള പുള്ളിയെ കാണാൻ വേണ്ടി അവിടെയുള്ളപ്പോഴൊക്കെ വരും. അപ്പൊ ഉപ്പാപ്പി ഇങ്ങനെ ഒത്തിരിയും വർത്താനം പറയും ഇങ്ങനെ എല്ലാവരോടും. അപ്പൊ ഇത് കേൾക്കാൻ വേണ്ടി അപ്പൊ എന്നോട് പറയും, എടോ എനിക്കറിയില്ല ഈ ചെറിയ മനുഷ്യൻ ഇത്രയും ചിരിച്ചോണ്ട് സംസാരിക്കുന്നത് എങ്ങനെയാണ്, ചിരിച്ചോണ്ട് അവരോടൊക്കെ കാര്യങ്ങൾ പറയും. അപ്പം ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോ ചെറിയ മനുഷ്യനും വെളുത്ത വല്ലുവാണ് കറുത്തയാള്. എന്നിട്ട് ഈ ഉപ്പാപ്പിയെ അപ്പൊ അവിടെ 1 മാസം ആശുപത്രി കിടത്തി കേട്ടോ. അപ്പം ഞങ്ങൾ ഇങ്ങനെ തങ്ങമാമ കണ്ണൂർ വീട്ടിലോട്ട് പോയി കാശൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. അപ്പം ഞാനിങ്ങനെ ഉപ്പാപ്പിയെ കുഞ്ഞുവാവെ പിള്ളേരെ എടുക്കത്തില്ല നമ്മൾ, അതുപോലെ ഞങ്ങൾ എടുക്കുന്നത്. എടുത്ത് ടോയ്ലറ്റിൽ കൊണ്ടുപോകും, കമ്മോടയിൽ ഇരുത്തും, തിരിച്ച് കുളിപ്പിച്ചിട്ടൊക്കെ കൊണ്ട് കിടത്തും. അങ്ങനെ ഒത്തിരി സന്തോഷമാണ് ഞങ്ങൾക്ക് ആ ഒരു ദിവസങ്ങൾ. ഉപ്പാപ്പിയെ എനിക്കൊന്ന് ടേക്ക് കെയർ ആൻ കിട്ടി. ആ സമയം എനിക്ക് ഭയങ്കര സന്തോഷമുള്ള സമയമായിരുന്നു. അവിടുന്ന് പിന്നെ ഒരു മാസം ഉണ്ടായിരുന്നേ. അവരതുകൊണ്ട് ബില്ലൊന്നും മേടിച്ചില്ല ഹോസ്പിറ്റലുകാർ. എന്നിട്ട് പിന്നെ അവിടുന്ന് ഉപ്പാപ്പിയെ റെഫർ ചെയ്ത് വെല്ലൂർക്ക് വിടുകയായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഹോസ്പിറ്റലിന്റെ എമർജൻസി എന്റെ ഫ്രണ്ടിലാണ്, റിസപ്ഷനിൽ നിന്ന് കാറ് വന്ന് ഉപ്പാപ്പിയെ സ്ട്രെച്ചറിലോട്ട് കിടത്തി അവിടെ ട്രെയിൻ സ്റ്റേഷനിലോട്ട് മദ്രാസ് മെയിലിന് പോകാൻ വേണ്ടി അങ്ങോട്ട് പോവുക ചെയ്ത്. അപ്പം ഉപ്പാപ്പി ഓർത്തു ഞാനും കൂടെ ചെല്ലുന്നു. പക്ഷെ എന്റെ അവധി എല്ലാം തീർന്നായിരുന്നു ആ സമയം കൊണ്ട്. അവധി കഴിഞ്ഞപ്പോഴാണ് ഉപ്പാപ്പിയെ കൊണ്ട് ഞാൻ തിരിച്ച് കാസർഗോഡ് വന്നത്. അത് കാരണം എനിക്ക് അവധി കിട്ടില്ല. ഉപ്പാപ്പിക്ക് അത് ഭയങ്കര സങ്കടമായി പോയി. ഞാൻ കൂടെ കാണും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ ബ്രദറിനെ കൂടെ വിട്ടു. പിന്നെ തങ്ങമാമയുടെ ബ്രദറും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് വെല്ലൂർ പോയത്. പിന്നെ ഞാൻ ഉപ്പാപ്പിയെ കണ്ടിട്ടില്ല. അന്ന് ആ ഞങ്ങളുടെ എമർജൻസിയുടെ ഫ്രണ്ടിൽ നിന്ന് ഒരു ഉമ്മ കൊടുത്ത് വിട്ടതാണ്. അത് പിന്നെ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ അവിടുന്ന് പിന്നെ കാസർഗോഡ് നിന്ന് എന്റെ ബോണ്ട് കഴിഞ്ഞ് ഞാൻ ബോംബെ ടാറ്റ മെമ്മോറിയൽ പോയി. അപ്പൊ ടാറ്റ മെമ്മോറിയലായിരിക്കുമ്പം ഉപ്പാപ്പി എനിക്ക് ലെറ്റർ എഴുതുമായിരുന്നു. 2 ലെറ്റർ എന്റെ ഇപ്പോഴും ഇരിപ്പുണ്ട്. ഉപ്പാപ്പി സ്വന്തം കൈപ്പടയിൽ എഴുതി ഒപ്പിട്ട് എഴുത്ത്. അത് 2 ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഉപ്പാപ്പിയോട് ഭയങ്കര ഒരു സ്നേഹവും ഒരു ഭയങ്കര കരുതലൊക്കെ ആയിരുന്നു. എന്റെ ഇച്ചാച്ചിയോടും എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു. അപ്പം ഉപ്പാപ്പിയെ പിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ നാട്ടിൽ ചെല്ലുമ്പം തങ്കമാമ ചാച്ചി ഉപ്പാപ്പിയുടെ അവസാനത്തെ കർത്തൃമേശ ശുശ്രൂഷയുടെ ആ ഒരു കാസറ്റ് എന്നെ ഏൽപ്പിച്ചു. അത് ആരാണ്ട് എൻ്റെ നിന്ന് മേടിച്ചുകൊണ്ട് പോയി. പിന്നെ എൻ്റെ കിട്ടിയിട്ടില്ല. അതെന്നെ ഉപ്പാപ്പിയുടെ അവസാനത്തെ ശുശ്രൂഷ. അപ്പൊ കണ്ണമ്പിലാക്കലെ വീടിന്റെ തൊട്ടടുത്ത് ആണെന്ന് ഞാൻ പറഞ്ഞില്ല. അവിടുത്തെ അപ്പച്ചൻ എപ്പോഴും അങ്ങോട്ട് പോകും, അവരവിടെ പോയി പ്രാർത്ഥിക്കും. അങ്ങനെ നല്ലൊരു ആത്മീയ അന്തരീക്ഷമായിരുന്നു അവിടെ. ഉപ്പാപ്പി അവിടെ ബൈബിൾ ക്ലാസ് നടത്തുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ എന്റെ ഇച്ചാച്ചിക്ക് സഹിക്കാൻ മേലാത്തൊരു കാര്യം, എന്റെ ഇച്ചാച്ചിയുടെ കുഞ്ഞനിയന്റെ ശവസംസ്കാരം കാണേണ്ടി വന്നു. പെരിങ്കിരിയിലെ AG ചർച്ചിലാണ് ഉപ്പാപ്പിയുടെ അടക്കം നടത്തിയതൊക്കെ. അപ്പൊ ഞാൻ അവിടെ പോയി കണ്ടു. പക്ഷെ അന്ന് കല്ലറ കിട്ടുമോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ ഇനി അത് എവിടെയാന്ന് പോലും നമുക്ക് തിരിച്ചറിയാവോന്ന് അറിയത്തില്ല. അപ്പൊ എന്റെ ഇച്ചാച്ചിയും എന്റെ ഉപ്പാപ്പിയും എന്റെ വല്യമ്മച്ചി, എന്റെ അമ്മയുടെ അമ്മ ഒക്കെ അവിടെയാണ് അടക്കിയിരിക്കുന്നത്, പെരിങ്കിരി AGയില്. പിന്നെ ഉപ്പാപ്പിയുടെ കുറെ കൂടെ കഴിഞ്ഞ് ഞാൻ അവിടെ ചെല്ലുമ്പം തങ്കമാമയും മേഴ്സിയും ബ്ലെസ്സിയെയും അവരെ പിന്നെ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഉപ്പാപ്പിയെ എനിക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ കുറെ കാലം കഴിഞ്ഞ് ഞാൻ UK വന്നു കഴിഞ്ഞിട്ടാണ് തങ്കമാമയും ഇളയ തങ്കമാമയുടെ മൂത്ത മോള് മേഴ്സി അവിടെ ബിലീവേഴ്സ് ചർച്ചിലാണ് ബൈബിൾ കോളേജ് പഠിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മോളെ അവിടെ പോയി കാണാനും ഒക്കെ അങ്ങനെ അവസരം ഉണ്ടായിട്ടുണ്ട്. ഉപ്പാപ്പി ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങളോട് ഭയങ്കര സ്നേഹവും അറ്റാച്ച്മെന്റും. ഇച്ചായൻ എന്ന് പറഞ്ഞാൽ സ്വന്തം പിതാവായിട്ട് കരുതിയിരുന്നത്. ഇച്ചായനും കൊച്ചമ്മയും അവർ കഴിഞ്ഞിട്ടേ ഉള്ളായിരുന്നു എല്ലാത്തിനും. ഈ പറഞ്ഞ ഉപ്പാപ്പി കല്യാണം കഴിക്കുന്നേ ഇല്ലെന്ന് പറഞ്ഞ നടന്ന ഒരാളാണ്. പിന്നെ അവസാനം ചാച്ചിയും എല്ലാം കൂടെ നിർബന്ധിച്ചിട്ടാണ് നമ്മുടെ തങ്കമാമയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചതൊക്കെ. അങ്ങനെ കല്യാണം നടന്നതൊക്കെ. വല്യമ്മച്ചി അവരുടെ കൂടെയായിരുന്നു അന്ന്. അവര് നാട്ടിൽ തിരുവിതാംകൂറിൽ അവർ ചെത്താങ്കര ആയിരുന്നപ്പം വല്യമ്മച്ചി അവിടെയാ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തോന്നിയാമല അല്ലല്ലോ, വേറെ സ്ഥലത്ത് അവർ പോയല്ലേ, ഞാൻ സ്ഥലം മറന്നുപോയി. അവിടെ തോന്നിയാമല പോയി. അത് കൂടാതെ അവര് ഒരുപാട് കാലം താമസിച്ച ഒരു സ്ഥലം ഉണ്ടായിരുന്നു പാപ്പിയൊക്കെ. സ്ഥലപ്പേര് ഞാൻ മറന്നുപോയി. സ്ഥലവും വീടൊക്കെ മേടിച്ച് അവിടെയായിരുന്നു താമസിച്ചത്. അവിടുന്നാണ് ആനപ്പന്തിയിലോട്ട് വന്നത്. അപ്പോഴാ എന്നോട് പറഞ്ഞ, മോളെ അത് കുട്ടാ ഞാനേ ഇവിടെ ഒരു കോളനി നമുക്ക് പണിയാനാ ഇങ്ങോട്ട് പോന്നേന്നൊക്കെ. പക്ഷെ ഉപ്പാപ്പിക്കറിയാം, ഉപ്പാപ്പി ഇച്ചിരി നാൾ കഴിയുമ്പം മരിച്ചു പോകും. അന്നേരം തങ്കമാമയ്ക്ക് പിന്നെ ഈ 2 പെൺമക്കളും അല്ലേ. അപ്പൊ അപ്പന്റെ അടുത്താകുമ്പം ധൈര്യമായിട്ട് അവർക്ക് ജീവിക്കാമല്ലോ അവിടെ. ആ ധൈര്യത്തിലാണ് ഉപ്പാപ്പി അവരെ അവിടെ കൊണ്ട് താമസിപ്പിച്ചത്. പക്ഷെങ്കിൽ ഉപ്പാപ്പി മരിച്ചു കഴിഞ്ഞപ്പോ അവര് എല്ലാം വിറ്റിട്ട് അവര് അങ്ങ് കുമ്പനാട് അടുത്തോട്ട് പോയി. ഇപ്പം കുമ്പനാട് അടുത്താണ് അവര് വീടൊക്കെ വെച്ച് താമസിക്കുന്നത്. മേഴ്സിയുടെ കൂടെയാണ് തങ്കമാമ.
പിന്നെ കണ്ണമ്പിലാക്കിലെ അപ്പച്ചനും അമ്മച്ചിയും രണ്ടുപേരും മരിച്ചുപോയി. അവരുടെ സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് എല്ലാവരും ഉണ്ട്. നമ്മുടെ എല്ലാവരും ഇപ്പം ചിലരൊക്കെ ഇപ്പോഴും കണക്ഷൻസ് ഒക്കെ ഉണ്ട്. ചിലരായിട്ടൊന്നും ഒത്തിരി നാളായി കണക്ഷൻസ് ഒക്കെ അങ്ങ് നമ്മളിവിടെ അല്ലേ. അത് കാരണം നാട്ടിൽ പോകുമ്പോഴൊന്നും എല്ലാവരെയും കാണാനൊന്നും പറ്റത്തില്ല. പിന്നെ അതുപോലെ പറഞ്ഞു വരികയാണെ, അപ്പം ഉപ്പാപ്പിക്ക് അവിടെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പം ഞാൻ പറഞ്ഞില്ലേ ഇച്ചാച്ചിക്ക് വിളമ്പുന്ന ഭക്ഷണത്തിന്റെ പകുതി കഴിക്കുമായിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിനെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി അപ്പം എന്നോട് പറഞ്ഞു ഉപ്പാപ്പിക്ക് ഫുഡ് പൊറോട്ട അതിന്റെ കറി മേടിച്ചോണ്ട് വന്നു. അപ്പൊ എന്നോട് പറഞ്ഞു എന്റെ ഇച്ചായൻ കാണാൻ വന്നിരിക്കുകയാണ് അനിയനെ ഹോസ്പിറ്റലില്. അപ്പം എനിക്ക് ഇച്ചിരി ഇങ്ങനെ കൈ കൊണ്ട് എടുത്തിട്ട് എനിക്ക് ഇച്ചായന്റെ വായിൽ വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞു. കറിഞ്ഞോണ്ട് എന്റെ ഇച്ചാച്ചി അത് മേടിച്ചു. ചാച്ചിയുടെ വായിൽ ഇങ്ങനെ വെച്ചു കൊടുത്തു കറിയും പൊറോട്ടയും കൂടെ ഉപ്പാപ്പി. കാരണം അന്ന് ഇച്ചായൻ മകനായിട്ട് വളർത്തി ഇച്ചായന്റെ ഭക്ഷണത്തിന്റെ പകുതി കഴിച്ചുകൊണ്ടിരുന്നയാള് ഇന്നത് കടം വീട്ടി എന്ന് ഞാനന്ന് ഓർക്കുമായിരുന്നു. അങ്ങനെ ചാച്ചിയുടെ ഏറ്റവും ഇളയ പെങ്ങളാണ് ആദ്യം മരിച്ചത്. അത് കഴിഞ്ഞ് ഉപ്പാപ്പിയെ മരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഏറ്റവും മൂത്ത പെങ്ങളാണ് ഏറ്റവും അവസാനം, വലിയ ഒച്ചമാന്ന് ഞങ്ങൾ പറയും, ഏറ്റവും അവസാനം മരിക്കുന്നത്. ചാച്ചിയുടെ ഒരനിയനും 2 പെങ്ങന്മാരും വയനാട്ടിലായിരുന്നു. ഇവരുടെ സ്ഥലം മേടിച്ചെങ്കിലും ഇച്ചാച്ചി ഉപ്പാപ്പിയും വീതം ഒന്നും മേടിച്ചില്ല വീട്ടിൽ നിന്ന്. ഞാൻ പറഞ്ഞില്ലേ അമ്മയ്ക്ക് സ്ത്രീധനം കിട്ടിയായിരുന്നു ഞങ്ങളുടെ സ്വത്ത്. ഉപ്പാപ്പി ഇങ്ങനെ സുവിശേഷ വില കൊണ്ട് ഉള്ള ഏണിങ്സേ ഉള്ളായിരുന്നു. അല്ലാതെ വീതം ഇന്ന് വരെ അവർ രണ്ടുപേരും മേടിച്ചിട്ടില്ല. എല്ലാം ഇളയ ഉപ്പാപ്പിയ അതൊക്കെ ഹാൻഡിൽ ചെയ്ത് എടുത്തോണ്ടിരുന്നത്. ഇതൊക്കെ തന്നെയാണ് ഉപ്പാപ്പിയെ പറ്റി എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇപ്പൊ തങ്കമാമയെ ലാസ്റ്റ് ഞാനിപ്പം കല്യാണത്തിന് വിളിച്ചു, എന്റെ മോന്റെ കല്യാണത്തിന് വിളിച്ചപ്പോ തങ്കമാമയ്ക്ക് വയ്യ, സുഖമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മേഴ്സി മാത്രമേ വന്നുള്ളൂ. അതുകൊണ്ട് തങ്കമാമയെ അങ്ങനെയും കാണാൻ പറ്റിയില്ല. ഞാൻ എപ്പോഴും ഓർക്കും ഉപ്പാപ്പി ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ, ഇന്നും ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ഉപ്പാപ്പിയെ ഞാൻ എത്രയോ പ്രാവശ്യം UK കൊണ്ടുവന്നതിനെ ഞാൻ ഓർക്കും. ഇങ്ങനെ ഇതുപോലെ പ്രസംഗിക്കുന്ന, ഇതുപോലെ ആളുകളെ ഉപ്പാപ്പിക്ക് ഒരുപാട് ആളുകൾ ഇങ്ങനെ വെല്ലുവിളിക്കും. ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചു. എന്നോട് ഇവിടെയുള്ള ഒരു ദേവദാസം പറഞ്ഞ എവിടെയാ ഉപ്പാപ്പി ഒരിടത്ത് മീറ്റിങ്ങിന് ഇങ്ങനെ ചെന്നപ്പം അവരിങ്ങനെ കുറെ ചോദ്യങ്ങൾ ഇങ്ങനെ അവർക്കുണ്ട് ഓർത്തഡോക്സുകാർക്ക്. അതിനെല്ലാം ഉത്തരം പറയണം, ധൈര്യമുള്ളവരുണ്ട് പറയട്ടെ ബന്ധുക്കോസുകാരെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെല്ലുവിളിക്കുക. അപ്പം ഉപ്പാപ്പി എന്നെ അടുത്ത് നേരത്തെ വന്നു, ഉപ്പാപ്പിയുടെ പ്രസംഗം വന്ന് ഉപ്പാപ്പി നേരത്തെ വന്ന് അവിടെയുള്ള കടകളിലൊക്കെ കയറി ഇങ്ങനെ ആളുകളുടെയൊക്കെ അഭിപ്രായമൊക്കെ ചോദിച്ചു. ഉപ്പാപ്പി അതെല്ലാം എഴുതിയെടുത്തു. എന്നിട്ട് സ്റ്റേജിൽ പോയി നിന്ന് ഇന്ന കാര്യങ്ങൾ, ചോദ്യം ഞാൻ മറന്നുപോയി, ഇന്ന ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചു, ഉത്തരം ഞാൻ പറയാം, അതിനെ ഖണ്ഡിക്കാൻ ധൈര്യമുള്ളവരെ ഇന്ന് ഇവിടുന്ന് പറയണം എന്ന് പറഞ്ഞു. ഒരാൾ പോലും വന്നില്ല ഉത്തരം പറയാൻ. മീൻസ് അവർക്ക് അതിനൊന്നും ഉത്തരവില്ല. കാരണം ബൈബിളിൽ കൂടിയാണ് ഉപ്പാപ്പി ഉത്തരം പറയുന്നത്. അങ്ങനെ ഉപ്പാപ്പിയെ ഇതുപോലെ തന്നെ എന്നോട് ഇന്നാള് ഒരു ദേവദാസൻ പറയുമായിരുന്നു, പിന്നെ കൺവെൻഷൻ പ്രസംഗിക്കാൻ വേണ്ടി ചെല്ലും. അപ്പം ഉപ്പാപ്പി ആദ്യമേ അങ്ങ് ചെന്നിട്ട് ഉപ്പാപ്പിയെ കണ്ടപ്പോ ഇവർക്കൊരു ഇതൊന്നും തോന്നിയില്ല. പാസ്റ്റർ വൈഫ് പറഞ്ഞു, ബ്രദറെ അടങ്ങാനും പോയിരിക്കേ, പിന്നെ ഇച്ചിരി കഴിയുമ്പം യോഗം തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞു. അത് പ്രസംഗികനാ വന്നതെന്ന് അവർക്കറിയത്തില്ല. ഈ ഇതിന്റെ മെയിൻ പ്രാസംഗികനാണ് വന്നത്. പക്ഷെ പുള്ളിക്കാരി അങ്ങ് ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പാപ്പി അടങ്ങാണ്ട് പോയി ഓഡിയൻസിന്റെ ഒക്കെ കൂടി ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവര് നോക്കിയിട്ടൊന്നും പാസ്റ്ററെ കാണുന്നില്ല. അവസാനം പറഞ്ഞു, പാസ്റ്റർ VA തോമസ് ഇവിടെ എവിടെയെങ്കിലും ഈ ഓഡിയൻസിന്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ കയറി വരണമെന്ന്. അന്നേരം പാപ്പി സ്റ്റേജിൽ നിന്നു. പാസ്റ്റർ ഭാര്യയ്ക്ക് അങ്ങ് ഭയങ്കര സങ്കടമായി. കാരണം അവരോർത്ത് ഇത് ഏതോ ബ്രദറെ കൺവെൻഷൻ കൂടാൻ വന്നതാ ദൂരെ നിന്നങ്ങാണ്ട്. പക്ഷെ മെയിൻ പ്രാസംഗികന പാപ്പിയാന്ന് മനസ്സിലായി. പാപ്പി കണ്ടാൽ അങ്ങനെ തോന്നത്തില്ല. ചെറിയൊരു മനുഷ്യൻ, അധികം നീളവും ഇല്ല വണ്ണവും ഇല്ല ഇങ്ങനെ. പക്ഷെ ആ വർത്താനത്തിന്റെ ശൈലി കൊണ്ട് എല്ലാരെയും വീഴ്ച കളയും. അങ്ങനെ ഉപ്പാപ്പിയുടെ ആ പ്രത്യേക ഒരു ശൈലി ഉപ്പാപ്പിക്ക് ഉണ്ടായിരുന്നു. അതെല്ലാവരും തന്നെ പറയും. ഉപ്പാപ്പിയുടെ ആ പ്രത്യേക ശൈലിയും ആ ഒരു വചനത്തിലുള്ള ആ പ്രാവീണ്യം അത് ഇച്ചാച്ചിക്കും ഉപ്പാപ്പിക്കും ഒരുപോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഉപ്പാപ്പി ഈ ഇച്ചാച്ചിയാണ് ആദ്യമേ കൺവെൻഷൻ പ്രസംഗികനൊക്കെ ആയിട്ട് പേരെടുത്തയാള്. അത് പക്ഷെ പിന്നെ മലബാറിൽ അങ്ങ് സ്റ്റക്കപ്പായി. അത് കഴിഞ്ഞാണ് പിന്നെ PJ തോമാച്ചാന്റെ കൂടെ ചേർന്ന പിന്നെ റിവൈവൽ അവിടെ PJ ദാനിയേൽ സാർ ഉണ്ടായിരുന്നല്ലോ, PJ തോമാച്ചാന്റെ ബ്രദർ. PJ തോമാച്ചാന്റെ PJ ദാനിയേൽ സാറിന്റെ ബൈബിൾ സ്കൂളിലും പഠിപ്പിച്ചിട്ടുണ്ട് മാവേലിക്കര കുറെ നാള്. അങ്ങനെ പിന്നെ ഇച്ചാച്ചിക്ക് വയ്യാതെ ആയി കഴിഞ്ഞ പിന്നെയാണ് മലബാറിൽ തന്നെ അങ്ങ് സെറ്റിലായി. ഇച്ചാച്ചി മരിക്കുന്നതിന് മുമ്പ് ഇച്ചാച്ചിക്ക് അങ്ങനെ മരിക്കത്തക്ക രോഗം ഒന്നുമില്ലായിരുന്നു. പക്ഷേ അപ്പൊ ഒരു ദിവസം ഞാൻ സൗദി ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ 2003 വീട്ടിലോട്ട് വിളിക്കുവാണ്. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ആരും ഫോൺ എടുത്തില്ല. അപ്പൊ ഞാൻ എൻ്റെ ചേച്ചിയെ, ബാംഗ്ലൂരുള്ള എൻ്റെ ചേച്ചിയെ വിളിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, ഇച്ചാച്ചിക്ക് ഇച്ചിരി സുഖമില്ല മോളെ, അങ്ങോട്ട് ഹോസ്പിറ്റലിലാന്ന് പറഞ്ഞു. അപ്പൊ എന്നാന്ന് ചോദിച്ചു പറഞ്ഞു, മൂത്രത്തിന് ഇച്ചിരി തടസ്സമുണ്ട്, പെട്ടെന്ന് തന്നെ കുറഞ്ഞ നാൾ തന്നെ പോവായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ പിറ്റേ ദിവസം ഞാൻ വീട്ടിലോട്ട് വിളിച്ചു. അന്നേരം ആരും ഫോൺ എടുക്കുന്നില്ല. പക്ഷെ ആ രാത്രി ഞാൻ ഇങ്ങനെ ഒരു ദർശനം കാണുവാണ്. സ്വപ്നമാണോ ദർശനമാണോ, ഒരു വലിയ മരം, പൊക്കം കുറഞ്ഞ ഒരു മരം ഇങ്ങനെ വെട്ടി കളയുവാണ്. അപ്പൊ അതിനകത്ത് നിന്ന് ഇങ്ങനെ അതിന്റെ കാതിൽ ഇങ്ങനെ മഞ്ഞ നിറത്തി പുറത്തോട്ട് വരും. വലിയ മരമാ, ഹൈറ്റ് ഇല്ലാത്ത ഒരു മരം.
അപ്പത്തേക്ക് പെട്ടെന്ന് ഒരാൾ വന്ന് പറഞ്ഞു, പിന്നെ സ്റ്റോപ്പ്, ഇത് റൂൾ അനുസരിച്ചല്ല വെട്ടുന്നതെന്ന്. ഇങ്ങനെ സ്വപ്നത്തിൽ ഞാൻ കാണുക. അപ്പത്തേക്ക് ഒരു വലിയ നീളമുള്ള പൊക്കമുള്ള ഒരു മരം കൊണ്ട് ഇങ്ങനെ അതിനുകൊണ്ട് ഈ സപ്പോർട്ട് ചെയ്തു, ഊന്ന് കൊടുക്കാന്ന് പറയല്ലേ, അങ്ങനെ കൊടുത്തു. അപ്പൊ പെട്ടെന്ന് ആ മരം അങ്ങ് പെടന്നു വീണു. അങ്ങനെ ഒരു സ്വപ്നം കണ്ടു. അപ്പൊ ഇതെന്താന്ന് ഇങ്ങനെ ഞാൻ ഓർത്തു. പക്ഷെ അത് ദൈവം എന്നെ കാണിച്ചായിരുന്നു. അന്ന് പകല് ഞാൻ ഈ രാത്രി സ്വപ്നം കണ്ടു. പിറ്റേ ദിവസം രാവിലെ എന്റെ ഇച്ചായൻ മരിച്ചു. പെട്ടെന്ന് എന്റെ അമ്മയോട് മിണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം അമ്മ പറഞ്ഞു, ഞാൻ വീട്ടിലോട്ട് പോട്ടെ, എല്ലാ സങ്കടത്തിലും എല്ലാ ദൈവവേലയിലും എന്റെ അമ്മ ഇത്രയും വലിയ സമ്പന്ന കുടുംബത്തിലാണേലും എന്റെ അമ്മ എല്ലാത്തിനും സപ്പോർട്ടായി കൂടെ എല്ലാ ദൈവവേലയ്ക്ക് എവിടെ പോകുമ്പോൾ കൂടെ പോവുകയും ഒരുപാട് കഷ്ടം സഹിച്ച എന്റെ അമ്മ. അപ്പം ഞാൻ പറഞ്ഞല്ലോ 10 മക്കളായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ധൈര്യമായിട്ട് പോകുന്നത് എന്റെ അമ്മ ഞങ്ങളെ എല്ലാം നോക്കുന്നുള്ളതിലായിരുന്നു. അപ്പം എന്റെ അമ്മയോട് പറഞ്ഞു, നമുക്ക് ഒന്നിച്ചെന്നാ പോകാം എന്ന് പറഞ്ഞു. പക്ഷെ എന്റെ ഇച്ചായൻ ഇച്ചിരി നേരം കഴിഞ്ഞപ്പോ ഒരു ശ്വാസം എടുത്തു, നീട്ടി ഒരു ശ്വാസം എടുത്തു, പിന്നെ ഒന്നുമില്ല. അങ്ങനെ എന്റെ ഇച്ചായൻ മരിക്കുന്നേ. ഭക്തനായ മനുഷ്യന്റെ മരണം അങ്ങനെയായിരുന്നു. ഉപ്പാപ്പിയുടെ മരണം പറഞ്ഞ പോലെ പ്രത്യാശയുടെ പാട്ട് പാടി മേളിലോട്ട് പോയി. ഇവരൊക്കെ അങ്ങനെ ഭക്തന്മാരായി ജീവിച്ചു, ദൈവത്തിന് വേണ്ടി അധ്വാനിച്ചു. ദൈവം അവരെ, ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. അങ്ങനെ എന്റെ ഇച്ചായൻ മരിച്ചത്. അപ്പം എന്റെ ഇച്ചായൻ മരിച്ചു കഴിഞ്ഞപ്പോ ഞാൻ സൗദിയിൽ നിന്ന് ഞാൻ പിന്നെ പിറ്റേ ദിവസം വിളിക്കുകയാണ്. അപ്പം ഇന്നലെ വിളിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇന്ന് ഡിസ്ചാർജ് ആകുന്നു പറഞ്ഞിട്ട് പിന്നെ വീട്ടിൽ നിന്ന് ആരും എന്റെ ചേച്ചിയെ തന്നെ പിന്നെ വിളിച്ചു. അന്നേരം പറഞ്ഞു ചേച്ചി ഫോണിൽ വന്നില്ല. അപ്പം എന്റെ ബ്രദറിലോ യേശാസ് ജോർജ, പുള്ളിക്കാരൻ പറഞ്ഞു, മോളെ ചാച്ചി പോയി എന്ന് പറഞ്ഞു. ജീവിതത്തിൽ ആ ഒരു കാര്യം ഇപ്പോഴും ഓർക്കുമ്പോൾ ഭയങ്കര പ്രയാസം. എനിക്ക് ഡെഡ് ബോഡി ഒന്നും കാണാൻ ഇടയായില്ല. അത് നന്നായി ഞാൻ ഇടയ്ക്ക് ഓർക്കും. ഇച്ചാച്ചി മരിച്ചു കിടക്കുന്നത് ഞാൻ കാണാൻ എനിക്ക് ഇടയായില്ല. ഉപ്പാപ്പി ആണേലും അവസാനം ഒരു ഉമ്മ കൊടുത്ത് ഉപ്പാപ്പിയെ വിടുക ചെയ്തത്. അങ്ങനെ അവർ രണ്ടുപേരും കർത്താവിന്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നു. അതാണ് അവരെ പറ്റി എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞങ്ങളിങ്ങനെ UK വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇവിടെ നാട്ടിലൊക്കെ പോകുമ്പോഴും പിന്നെ കണ്ണമ്പിലാക്കുന്ന അവർ സ്ഥലമൊക്കെ വിറ്റ് അവര് വേറെ സ്ഥലത്തോട്ട് പോയി, തളിപ്പറമ്പ് ആ ഏരിയയിലോട്ട് എങ്ങാണ്ട് പോയെന്നാ കേട്ടെ. പിന്നെ അവിടുത്തെ കൊച്ചുമക്കളൊക്കെ ഇപ്പൊ UK 1-2 പേരുണ്ട്. അവരെയൊക്കെ വിളിക്കുകയും ജോയിച്ചാന്റെ മോള് വന്നിട്ടുണ്ട്, പിന്നെ ഗ്രേസി മാമയുടെ മോള് വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇങ്ങനെ ആളുകൾ പറയാനിടയായി. അങ്ങനെ അവരെ പറ്റിയൊക്കെ ഒരു ചെറിയ കണക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. തങ്കിലാലന്റെ ഓർമ്മകൾ പങ്കുവച്ചതിൽ വളരെ സന്തോഷം. പാസ്റ്റർ VA തോമസിന്റെയും തൻ്റെ പിതാവ് പാസ്റ്റർ VA വർഗീസിന്റെയും ആ സഹോദരങ്ങൾ പെന്തക്കോസ്ത് സമൂഹത്തിന് വളരെ ഓർക്കേണ്ടവരാണ്. ഇപ്പോഴത്തെ തലമുറകൾക്ക് അവരെ ഓർമ്മയില്ല, അല്ലെങ്കിൽ അറിവില്ല. പക്ഷെ അവരെക്കുറിച്ചുള്ള ഈ ഓർമ്മകൾ ഈ വീഡിയോയിലൂടെ അവർ പങ്കുവെക്കുമ്പോൾ പോയ കാലത്ത് കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി ശക്തിയോടെ നിലകൊണ്ട, വിശ്വാസത്തിൻ്റെ തീവ്രതയിൽ നിലകൊണ്ട, കർത്താവിന് വേണ്ടി ആയിരങ്ങളെ സുവിശേഷവുമായി ബന്ധപ്പെടുകയും നിരവധി പേരെ ക്രിസ്തുവിലേക്ക് നയിക്കുകയും ചെയ്ത അനുഗ്രഹീതരായ 2 ദൈവദാസന്മാരുടെ ജീവിതാനുഭവങ്ങളാണ് പ്രിയ സഹോദരിയിലൂടെ നമ്മൾ കേട്ടത്. പ്രിയ സഹോദരി ഏലിയമ്മ ലാലൻ എന്ന തങ്കി ലാലിനെയും ഭർത്താവ് പ്രിയ പാസ്റ്റർ ലാലൻ മാത്യുവിനെയും അവരുടെ കുടുംബത്തെയും പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. താങ്ക് യു. God bless.